السلام عليكم ورحمة الله تعالى وبركاته. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. صلى الله على سيدنا محمد وعلى آله وصحابه الخيار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العلي العظيم. وقال نبينا وحبيبنا وشفيعنا ومصطفانا محمد صلى الله عليه وعلى آله وصحبه وسلم. ألا أخبرك بأفضل ما يتعوذ به المتعوذون؟ قال بلى يا رسول الله. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. وقل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. مشفع مفضل مقدم نور الله موصل مهيمن مبلغ سعد الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. مصطفى مصدق مجيب حبيب الله منير مبشر مبارك كريم الله. لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹ്. اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا شر ما قضيت يا صاحب البغداد كل ناظرين يا مطلب الحاجات عبد القادرين يا صاحب الأجمير كل ناصرين يا مطلب الحاجات خواجة سنجرين يا صاحب الكنال شيخ الحامرين يا مطلب الحاجات مولى القادرين اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال സർവ്വധരണീയരായ ഈ നാടിന്റെ ആത്മീയ മേഖലയിൽ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസി ഉസ്താദ് അവറുകളെ, സ്വാഗത ഭാഷണം നിർവഹിച്ച അഭിവന്യരായ എന്റെ സുഹൃത്തും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനത്തിന്റെ മതിനുകർന്നു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട UP മുസ്തഫ ഫൈസി ഉസ്താദ് അവറുകളെ, ഈ നാടിന്റെ നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കർമ്മധീരരും കർമ്മസജ്ജരും കർമ്മകുശലരും കർമ്മോത്സുകരും കർമ്മനിരതരുമായ കമ്മിറ്റി ഭാരവാഹികളെ, ദീനിനെ സ്നേഹിക്കുന്ന, ദീനിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്ന, നന്മയുടെ സുഗന്ധമുള്ള ജീവിതം ലോകത്തിന് സമ്മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാരെ, നാളെയുടെ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമായ വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്ദരമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഒരു നവജീവിതത്തിന് നാളെ കുറിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ത്വാഅത്തിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, എന്നാൽ എത്ര കേട്ടാലും കൊതി തീരാത്ത, എത്ര പറഞ്ഞാലും പൂതി തീരാത്ത കരളിന്റെ കഷ്ണമായ, ഹൃദയത്തിന്റെ താളമായ, ഹൃദയത്തുടിപ്പായ, ഹൃദയമെന്ന മാണിക്യ കൊട്ടാരത്തിലെ കനകസിംഹാസനത്തിൽ ഉപവിഷ്ടരായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബയുടെ ചാര ചെന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി, നിറഞ്ഞ മനസ്സുമായി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറ, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് സലാം പറയാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നാടിന്റെ അഭിമാനമായി തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ മദ്രസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച
സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെയാണോ ഇതിന്റെ വിജയത്തിന് വേണ്ടി ഓടി നടന്നതെങ്കിൽ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു സഹോദരി ഭർത്താവിൻ്റെയും മക്കളുടെയും കുടുംബത്തിലെ മറ്റുള്ളവരുടെയും അസുഖം മാറാൻ വേണ്ടി ഒരു സ്വർണവള, ഒരു പവന്റെ സ്വർണവള സംഭാവന നൽകിയിരിക്കുകയാണ്. ഒരു പവന്റെ സ്വർണവള വലിയ വിലമതിക്കുന്ന ഈ സമയത്ത്, സ്വർണത്തിന് വിലമതിക്കുന്ന ഈ നേരത്തു ഒരു പവൻ സ്വർണവള ഈ മദ്രസയുടെ നിർമ്മാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സംഭാവന നൽകിയ ആ സഹോദരിയുടെ സകലമാന മുറാദുകളും അല്ലാഹു തആല ഹാസുലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ പ്രഭാതം പ്രാർത്ഥനയോടെ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയാം, ഇവിടെ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെ കൊണ്ടു നടക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന വിഷയങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. പ്രഭാതം പ്രാർത്ഥനയോടെ. പ്രാർത്ഥന ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതൊരു മനുഷ്യനും അവന്റെ ഉമ്മാന്റെ വയറ്റിൽ ആദ്യത്തെ 40 ദിവസം ഇന്ദ്രിയക്കണമായി നിലകൊള്ളുകയാണ്. രണ്ടാമത്തെ 40 ദിവസം രക്തപിണ്ഡമായി പരിണമിക്കുകയാണ്. മൂന്നാമത്തെ 40 ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ 40 ദിവസം അത് മാംസകഷ്ണമായി രൂപാന്തരപ്പെടുകയാണ്. ഇങ്ങനെ 3 40 കഴിയുമ്പോ, അഥവാ 120 ദിവസങ്ങൾ കഴിയുമ്പോ, 4 മാസം പൂർത്തിയാകുമ്പോ ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് ഒരു മാലാഖ കടന്നു വരികയാണ്. എന്തിനാണ് മലക്ക് വരുന്നതെന്നറിയോ? ഫയംഫുഹു ഫീഹി റൂഹ്. ആ മലക്ക് റൂഹൂതുമെന്നാണ്. റൂഹുദാൻ വേണ്ടി മലക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പഴയ കാലങ്ങളിൽ ഉമ്മാമമാര് പറയാറുണ്ടോ, 4 മാസമായി കഴിഞ്ഞാൽ റൂഹൂതുമെന്നോ? ഇത് വെറുതെ വിടുവായിട്ടും പറയുകയല്ല. 14 മുമ്പ് ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നതാണ്. 4 മാസം പൂർത്തിയായി കഴിയുമ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് മലക്ക് വന്നിട്ട് റൂഹൂതുമെന്നോ? ആ റൂഹൂദാന് വേണ്ടി വന്ന മലക്ക് പെട്ടെന്ന് തിരിച്ചു പോകൂല. 4 കാര്യങ്ങൾ രേഖപ്പെടുത്താതെ തിരിച്ചു പോകൂല. ബികത്ബി റിസ്ഖിഹി വഅമലിഹി വഅജലിഹി വശഖിയുൻ ഔ സഈദ്. 4 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ആ 4 മാസത്തിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വന്ന മാലാഖ തിരിച്ചു പോകൂല. ഒന്ന് ബികത്ബി റിസ്ഖിഹി, അവന്റെ റിസ്ഖിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ്. ഈ മനുഷ്യന് ലോകത്തേക്ക് ഭൂജാതനായി കഴിഞ്ഞാൽ മരണം വരെ അവന്റെ റിസ്ഖുകൾ എങ്ങനെയാണ്, എവിടെയാണ് അവന്റെ റിസ്ഖുള്ളത് എന്ന്, ഏതൊക്കെ റിസ്ഖാണ് അവനെ തേടി വരുന്നത് എന്ന് 4 മാസത്തിൽ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെയോ രണ്ടാമതായിട്ട് എഴുതി വെക്കുകയാണ്, ബികത്ബി റിസ്ഖിഹി വഅമലിഹി, അവന്റെ അമലുകളെ കുറിച്ചോ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തു വെക്കുക എന്ന്. ഇങ്ങനെ ഈ സദസ്സിലോ ഈ മുഹറം 10 നോമ്പനുഷ്ഠിച്ചിട്ട് ഈ രാത്രിയിലോ ഇങ്ങനൊരു വഅള് കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുമെന്ന വിഷയം 4 മാസത്തിൽ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ എൻ്റെ വിരൽ അനക്കുന്നുണ്ടെങ്കിലോ ആ വിരലനക്കം പോലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നിന്റെ കണ്ണിമ പൂട്ടുന്നത് പോലും, നിന്റെ ചുണ്ടുകൾ ചലിക്കുന്നത് പോലും, നിന്റെ ശരീരത്തിന്റെ, നിന്റെ അംഗലാവണ്യങ്ങളുടെ ചലന നിശ്ചലനങ്ങൾ പോലും 4 മാസത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മൂന്നാമതായി രേഖപ്പെടുത്തുകയാണ്, ബികത്ബി റിസ്ഖിഹി വഅമലിഹി വഅജലിഹി.
നിന്റെ ഡേറ്റും 4-ാം മാസത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ദിവസത്തിലാണോ, ഏത് വർഷത്തിലാണ്, മാസത്തിലാണ്, ദിവസത്തിലാണ്, സമയത്തിലാണ്, ഏത് മണിക്കൂറിലാണ്, ഏത് മൂമെന്റിലാണ് നിന്റെ റൂഹ് വിട്ടു പിരിയുക എന്നത് ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് എഴുതി വച്ചിട്ടുണ്ടോ? എല്ലാം രേഖപ്പെടുത്തി വെക്കുകയാണ്. നീ വിജയാണോ പരാജിതനാണോ അതും എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം പടച്ച തമ്പുരാന്റെ ഖളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 4-ാം മാസത്തിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് വന്ന മലക്കെല്ലാം എഴുതി വെക്കുകയാണ്. ഈ എഴുത്തിനാണ് നമ്മൾ നാടൻ പ്രയോഗത്തിൽ പറയാറുള്ളത് തലയിലെഴുത്ത് എന്നും. ഇത് അല്ലാഹുവിന്റെ ഖളാആണ്. ഇതിനാണ് ഖളാഉല്ലാഹ്, അല്ലാഹുവിന്റെ വിധി എന്ന് പറയുക. നമ്മൾ പറയാറുണ്ടല്ലോ അതല്ല പടച്ചോന്റെ വിധിയാണ്. ഏതാ ഈ പടച്ചോന്റെ വിധി? 4-ാം മാസത്തിൽ രേഖപ്പെടുത്തിയ വിധിയാണിത്. ഇത് അല്ലാഹുവിന്റെ ഖളാ. ഈ ഖളാഇനെ തട്ടിമാറ്റാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. 4-ാം മാസത്തിൽ എഴുതി വെക്കുകയാണ്. ഇവൻ പിറന്നു വീണു 30 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവനൊരു അപകടമുണ്ടാകണമെന്ന്, ഇവനൊരു ആക്സിഡന്റ് ഉണ്ടാകണമെന്ന് ഇത് 4-ാം മാസത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിലോ ആ ഖളാഇനെ തടുത്തു നിർത്താൻ ഈ പ്രപഞ്ചാണ്ഡ മണ്ഡലങ്ങളിലുള്ള സകല ചരാചരങ്ങളും ഒരുമിച്ച് നിന്നാൽ പോലും ആ പടച്ച തമ്പുരാന്റെ ഖളാഇനെ തട്ടിമാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് പടച്ചവന്റെ വിധിയാണ്. പക്ഷേ ഞാനൊരു അത്ഭുതം പറയാം. ആ പടച്ചവന്റെ ഖളാഇനെ തട്ടിമാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വസ്തുവുണ്ട്, ഒരേ ഒരു പ്രതിഭാസമുണ്ട്. ഏതാണ് ആ പ്രതിഭാസമെന്നറിയോ? പ്രാർത്ഥന ഖളാഇനെ തട്ടിമാറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒന്നല്ല അനൽപം ഹദീസുകളിൽ ആ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. പ്രാർത്ഥനയല്ലാതെ ഖളാഇനെ തട്ടിമാറ്റൂല. അതേ 30-ാമത്തെ വയസ്സിൽ ഒരു അപകടമുണ്ടാകണമെന്ന് 4-ാം മാസത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിലോ ഈ മനുഷ്യന് പതിവായി പ്രാർത്ഥിക്കുന്നവനാണ്, അല്ലാ അല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷ തരണയല്ലാ, അപകടങ്ങളിൽ നിന്ന് മോചനം തരണയല്ലാ എന്ന് കണ്ടുമിടറിയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥന നടത്തുന്നവനാണെങ്കിലോ ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ടോ 30-ാമത്തെ വയസ്സിൽ രേഖപ്പെടുത്തി വെച്ച അപകടമുണ്ടല്ലോ ആ അപകടത്തെ പടച്ച തമ്പുരാന് തട്ടിമാറ്റുന്നു. അതുകൊണ്ട് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാം, ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാസ്മരികമായ ആരാധനയാണ് അദ്ദുആ, പ്രാർത്ഥന എന്ന വിഷയം. എന്തത്ഭുതം വേണമെങ്കിലും സംഭവിപ്പിക്കാം. പക്ഷേ എന്തു വേണമെന്നറിയോ? നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ചില ആളുകൾ ഈ സമയത്ത് പരാതിപ്പെടാറുണ്ടോ? അല്ല ഉസ്താദേ, എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടോ, എന്നിട്ട് എൻ്റെ അസുഖം മാറുന്നില്ലല്ലോ. ചില ഉമ്മാമ്മമാര് പറയും, എത്ര കാലമായി, കൊല്ലമായി മുട്ടുവേദന മാറാൻ ദുആ ചെയ്യുന്നു, എന്നിട്ടും എൻ്റെ വേദന മാറുന്നില്ലല്ലോ. പരാതി പറയല്ല ഉമ്മ. അല്ലാഹു നിന്റെ പ്രാർത്ഥന സ്വീകരിക്കും. എന്നാൽ എന്താണ് സ്വീകരിക്കാൻ വൈകുന്നത്? അതിന് പല കാരണങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ്, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ആ ദുആ കേൾക്കാൻ അല്ലാഹുവിന് വല്ലാത്ത ഇമ്പമാ. മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥനകളോ അവന് പടച്ച തമ്പുരാനെ നിർത്താതെ വിളിക്കുന്നത് കേൾക്കാൻ അല്ലാഹുവിന് അദമ്യമായ താല്പര്യമാ. അതുകൊണ്ട് ചിലപ്പോൾ ഉത്തരം തരാൻ അല്ലാഹു താമസിപ്പിക്കും. കാരണം നീ ധാരാളം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിന് കേൾക്കാമല്ലോ. ആ ഒരു ധാരണയിലാണ്. ഇനി അതല്ല എങ്കിലോ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ മനസ്സിലാക്കേണ്ടത് 3 രീതിയിലാണ് അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുക. ഇതെന്തേ
എന്റെ ദുആ സ്വീകരിക്കാത്തത് എന്ന് ആശങ്കപ്പെടുന്ന മനുഷ്യന്മാരെ കേട്ടോ, 3 രീതിയിലാണ് അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുക. ഒന്നാമത്തേത്, എന്താണോ നീ ചോദിച്ചതെങ്കിൽ അതങ്ങനെ തന്നെ അല്ലാഹു തരുന്നതാണ്. രണ്ടാമത്തതോ, ചോദിച്ചത് തരൂല, പകരം പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരുന്നു. ഇനി മൂന്നാമത്തതോ, ചോദിച്ചത് തരൂല, പാപങ്ങൾ പൊറുക്കപ്പെട്ടു തരൂല, പിന്നെയോ അതിന്റെ പ്രതിഫലം നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു. ഈ വിഷയം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഈ 3 ഉത്തരം തരലിലോ ഏറ്റവും നല്ല ഉത്തരം തരൽ ഏതാണെന്നറിയോ? അത് ചോദിച്ചത് തരലല്ല, പാപങ്ങൾ പൊറുക്കപ്പെട്ട് തരലല്ല, പിന്നെയോ പരലോകത്തേക്ക് മാറ്റിവെക്കല. അങ്ങനെ പരലോകത്ത് വിചാരണ കഴിഞ്ഞു നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനായിരിക്കും. പക്ഷേ അവനോട് പറയുകയാണ്, എടോ നീ ദുനിയാവിൽ വെച്ചൊരുപാട് പ്രാർത്ഥന നടത്തിയിട്ടില്ലേ? ഒരുപാട് ദിക്ർ ഹൽക്കകളിൽ വന്നിട്ട് ആമീൻ പറഞ്ഞിട്ടില്ലേ? ഒരുപാട് തവണ കൈകൾ ഉയർത്തിയിട്ട് കരഞ്ഞു ദുആ ചെയ്തിട്ടില്ലേ? പക്ഷെ അതിനൊന്നും നിനക്ക് ദുനിയാവിൽ വെച്ച് ഉത്തരം കിട്ടിയില്ലല്ലോ. ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് നിനക്ക് സ്വർഗത്തിൽ പോകാം എന്ന് ആ മനുഷ്യനോട് പറയപ്പെടുകയാണ്. എന്ന് വെച്ചാൽ നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനായിരുന്നിട്ട് പോലും ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു സ്വർഗം കൊടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ പ്രാർത്ഥന നിർത്തല്ല, നിരന്തരം അപങ്കുരം മനസ്യോദം അനവരതം നിന്റെ പ്രാർത്ഥന നീ തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിന് അല്ലാഹു ഉത്തരം തരിക തന്നെ ചെയ്യും. ഒരു പ്രാർത്ഥനയും വെറുതെ ആകുന്നില്ല. നന്നായി ദുആ ചെയ്യാം. ഇനി നമ്മൾ ആശങ്ക വേണ്ട, എന്താണ് എൻ്റെ ദുആക്ക് ഇത്ര താമസം? നിങ്ങളറിയോ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ കുടുങ്ങിയ പ്രവാചകനാണ്. ഇതേ മുഹറം 10-നാണ് ആ മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് നബി എന്ന പ്രവാചകനെ രക്ഷപ്പെട്ടതോ. പക്ഷെ ആ യൂനുസ് നബി ആ മത്സ്യവയറ്റിൽ കുടുങ്ങിയ അന്നു മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബിയുടെ പ്രാർത്ഥനയാണ് ഇത്. നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും ആ പ്രാർത്ഥന പടച്ചവന് സ്വീകരിച്ചത് 40 ദിവസങ്ങൾക്ക് ശേഷമാണ്. 40 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ അടയിരുന്നിട്ട് പോലും ബഹുമാനപ്പെട്ട പ്രവാചകൻ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതുപോലും 40 ദിവസത്തിന് ശേഷമാണെങ്കിലോ എൻ്റെ മുഅ്മിനീങ്ങള്, നമ്മൾ നിർത്താതെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി യൂനുസ് നബിയുടെ പ്രാർത്ഥന നോക്ക് നിങ്ങൾ. ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഫലങ്ങളുണ്ട്. ഗർഭിണികളായ സഹോദരിമാര് ഈ പ്രാർത്ഥന ധാരാളം ചൊല്ലുകയാണെങ്കിലോ മത്സ്യവയറ്റിൽ നിന്ന് ഒരു പോറലുമേൽക്കാതെ സുരക്ഷിതമായി യൂനുസ് നബിയെ സംരക്ഷിച്ചതുപോലെ, യൂനുസ് നബിയെ പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഈ ദിക്ർ പതിവായി ചൊല്ലുന്ന പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ആ കുഞ്ഞുമോനെ സംരക്ഷിച്ച് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഗർഭിണിയായ പെണ്ണുങ്ങള് ഈ ദിക്ർ വർദ്ധിപ്പിക്കണേ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നുണ്ട്. തീർന്നില്ല, വിഷമ പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഏതൊരു മുഅ്മിനും ഈ പ്രാർത്ഥന വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുകയാണ്. ആ മത്സ്യവയറ്റിൽ കുടുങ്ങിയ പ്രവാചകന്റെ പ്രയാസങ്ങൾ നീക്കിയതുപോലെ ഏതു വലിയ പ്രയാസത്തിന്റെ നടുക്കയത്തില് മുങ്ങി താഴുന്നവനാണെങ്കിൽ പോലും ഈ പ്രാർത്ഥന പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമെന്ന് ഈ വിഷയം വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്. ഏതാണ് ആ പ്രാർത്ഥന? എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന പ്രാർത്ഥനയാണെന്ന് ഒരുമിച്ച് പറ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി.
ചില ആളുകൾ ഇത് കേട്ട് പഠിച്ചതായത് കൊണ്ട് ചിലപ്പോൾ തെറ്റു വരാൻ സാധ്യതയുണ്ട്. മിക്ക ഉമ്മമാരും ചിലപ്പം ചൊല്ല ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതും മിനൽ ളാലിമീൻ. ഈ കുൻതും മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ അർത്ഥം മാറി. എന്താ അർത്ഥം? ഇത് കേട്ട് പഠിച്ചതായതുകൊണ്ട് ചെറിയ തെറ്റ്. ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്. ഇന്നി, തീർച്ചയായും ഞാൻ, കുൻതും പടച്ചോനെ നിങ്ങളും, മിനൽ ളാലിമീൻ അക്രമികളാണ്. ഞാൻ മാത്രമല്ല നീയും അക്രമിയാണെന്ന് പടച്ചോനോട് പറയാം. ഇതാണ് ചെറിയ വ്യത്യാസമാണ്, അർത്ഥം മാറിയത് നോക്കിയാൽ. പിന്നെ എങ്ങനെയാ ചൊല്ലേണ്ടത്? കുൻതും മിനൽ ളാലിമീൻ അല്ല, പിന്നെ കുൻതു അല്ലാഹുവേ ഇന്നി, തീർച്ചയായിട്ടും ഞാൻ, കുൻതു ഞാൻ തന്നെ, മിനൽ ളാലിമീൻ അക്രമികളിൽ പെട്ടവനായി പോയി അല്ലാഹ്. അപ്പൊ കുൻതും എന്നല്ല കുൻതു എന്നാണെന്ന് മനസ്സിലാക്കുക. ഒന്ന് ഒരുമിച്ച് പറ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. കേട്ടു പഠിക്കുന്നതിൽ ചില ചെറിയ തെറ്റുകളൊക്കെ വരും. മറ്റൊരു തെറ്റ് സാധാരണ പറയാറുണ്ട്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ്. നിങ്ങളിപ്പം പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഖൈറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി. ഇത് ചൊല്ലാത്ത ഉമ്മയുണ്ടോ? ഇത് ചൊല്ലാത്ത ഉമ്മാമ്മമാരുണ്ടോ? പഴയ കാലങ്ങളിൽ മുസൽമാന്റെ വീടിന്റെ പരിസരത്തിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടുന്ന് കേൾക്കാൻ കഴിയുന്ന മനോഹരമായ മന്ത്രോച്ചാരണമാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ്. ഖൈറുല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം മാറി. ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി. മാ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിലില്ല. ഖൈറുല്ലാഹ്, അല്ലാഹുവേ നിന്റെ ഒരു ഖൈറുമില്ല അല്ലാഹ്, നിന്റെ ഒരു നന്മയും എന്റെ ഹൃദയത്തിലില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഖൈറുല്ലാഹ് അല്ല ഖൈറുല്ലാഹ്, ഐനിന്റെ മേലെ പുള്ളിയിട്ടത് ഖൈറുല്ലാഹ്. അപ്പൊ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിലില്ല. ഖൈറുല്ലാഹ്, അല്ലാതെ മറ്റൊന്നുമില്ല. ഇനി ഉമ്മാമ ഖൈറുല്ലാഹ് എന്ന് ചൊല്ലാൻ നിൽക്കണ്ട, ഖായല്ല ഖൈറുല്ലാഹ്. എന്തിനേറെ പറയണം, ഫാത്തിഹയിൽ പോലും ചില തെറ്റുകൾ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് അല്ലാഹ് എന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, ഉറക്കെ പറ. ഇനി അല്ലാഹ് എന്ന് പറയുമ്പോൾ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. മുട്ടുന്നുണ്ടോ? ആ ഉണ്ട്. എന്നാ കേട്ടോ, നിങ്ങൾ പോകുമ്പോൾ എന്നെ കല്ലെടുത്തെറിയോ? കല്ലെടുത്തെറിയോ ഇല്ലയോ? ഇല്ല. എന്നാ ധൈര്യത്തോടെ പറയാം, ഒരു അല്ലാഹ് എന്ന് വരെ പറയാൻ അറിയില്ല. എന്നിട്ട് ഇരുത്തം കണ്ടില്ലേ? ഒരു അല്ലാഹ് എന്ന് വരെ പറയാൻ അറിയില്ല. നിങ്ങളിപ്പം പറഞ്ഞ അല്ലാഹ് തെറ്റാണ്. എൻ്റെ ഉമ്മാമ നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തെറ്റ്. നിങ്ങൾ പറഞ്ഞ അല്ലാഹ് തെറ്റാണ്. കാരണം അല്ലാഹ് എന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടരുത്. ഒന്ന് മുട്ടാതെ പറഞ്ഞേ. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിക്കണ്ടേ? നാവിന്റെ തറ്റം പല്ലിൽ മുട്ടരുത്. പല്ലിന്റെ തൊട്ടടുത്തുള്ള അണ്ണാക്കിനാ. പല്ലിന്റെ തൊട്ടടുത്ത ഇവരത് അണ്ണാക്ക്. പടച്ചോനെ, ഇതെല്ലാവരും അണ്ണാക്ക് അടുത്ത് തന്നെയാണോ? അണ്ണാക്ക് പല്ലിന് തൊട്ടടുത്ത്. ഇതിൽ കോലം മാറിയിട്ടുണ്ടാ. അണ്ണാക്കങ്ങ് വേറെയാ. പല്ലിന്റെ തൊട്ടടുത്തുള്ള നൊണ്ണിനാ മുട്ടേണ്ടത്. ഒന്ന് പറഞ്ഞു നോക്കിയാ ചെറുപ്പക്കാരെ. അല്ലാഹ്, നമ്മൾ അല്ലാന്ന് എഴുതുമ്പോ ആന്ന് എഴുതിയിട്ട് രണ്ട് ലാമ് എന്ന് എഴുതാ. രണ്ട് ലാമ എഴുതാ. ലാന്ന് എഴുതുമ്പോ അല്ലെങ്കിൽ ലാന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടുന്നുണ്ടാ? ലാ പറയുമ്പോ മുട്ടുന്നുണ്ടാ? ഇല്ല എന്ന് പറയുമ്പോ മുട്ടുന്നുണ്ടാ? ഇല്ലല്ലോ എന്ന് പറയുമ്പോ മുട്ടുന്നുണ്ടാ? ഇല്ല. ലാന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാത്തത് പോലെ അല്ലാഹ് എന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാതെ പറയണം അല്ലാഹ്. അല്ലാഹ് എന്ന് പറയണം. ചുരുക്കി പറഞ്ഞ ഒരു അല്ലാന്ന് വരെ പറയാൻ അറിയില്ല. എന്താണെന്നറിയില്ല, തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. അല്ലാഹ് എന്ന് പറയുന്നതിൽ പോലും തെറ്റ് വരെയാണ്. ചില തെറ്റുകൾ അങ്ങനെ വരുന്നുണ്ട്. മാത്രമല്ല ഫാത്തിഹയിൽ നിങ്ങൾ നോക്ക്, നിങ്ങൾ കളവ് പറയില്ലല്ലോ. അവിടെ ധൈര്യത്തോടെ പറയാം. ഫാത്തിഹയിൽ ഒരു അക്ഷരമുണ്ട്, സ്വാദിന്റെ മേലെ പുള്ളിയിട്ട അക്ഷരം. അതിന് ളാദ് എന്നാ പറയാം. ആ ളാദ് ഫാത്തിഹയിൽ രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, മഗ്ലൂബിന്റെ അടുത്തും വലല്ലാലിന്റെ അടുത്തും. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കാൻ, ഫാത്തിഹ സൂറത്തിൽ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ
അവന്റെ ഫാത്തിഹ തെറ്റാ, അവന്റെ നിസ്കാരം ബാത്തിലാ. എന്നാൽ ഫാത്തിഹ സൂറത്തിൽ ഒരു അക്ഷരമുണ്ടോ, ളാദ് എന്ന് പറയുന്ന അക്ഷരം. ആ ളാദ് അക്ഷരം 2 തവണയാണ് ഫാത്തിഹയിൽ വരുന്നത്. ഒന്ന് മഗ്ലൂബിയുടെ അടുത്താണ്, 2 വലദ്ദാലിയിലാണ്. എന്നാൽ ഈ അക്ഷരങ്ങൾ എങ്ങനെയാ ഉച്ചരിക്കേണ്ടതോ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ടോ? നാവിന്റെ രണ്ടാലൊരു സൈഡ്, രണ്ടാലൊരു മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ട് വേണം പറയാൻ. ളാദ് 2 സൈഡും കൊണ്ട് പറയണ്ട, മറിച്ച് രണ്ടാലൊരു സൈഡ്, രണ്ടാലൊരു 2 സൈഡ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. നാവിന്റെ സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിക്കണം. അപ്പൊ ഉമ്മാമ ചിന്തിക്കും അണപ്പല്ലില്ലെങ്കിൽ എങ്ങനെ മുട്ടിക്കുക, എവിടെയും കൊണ്ട് പോയിട്ട് മുട്ടിക്കുക. പിന്നെന്താ ചെയ്യാ? നാവിന്റെ സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിക്കണം, എന്നിട്ട് വേണം ളാദ് പറയാം. ഇനി സത്യം പറ, ഇത്രയും കാലം ഇങ്ങനെയാണോ ളാദ് പറഞ്ഞത്? എന്നാൽ ഫാത്തിഹ തെറ്റാണ്, നിസ്കാരം ബാത്തിലാണ്. പക്ഷെ ഇന്നത്തെ ഇശാ വരെ കുഴപ്പമില്ല, കാരണം അറിയാത്തത് കൊണ്ടാണല്ലോ. അള്ളാഹു താല പൊരുത്തപ്പെട്ടു വരും. പക്ഷെ നാളത്തെ സുബഹി മുതൽ അള്ളാഹു പൊരുത്തപ്പെട്ടു വരില്ല, കാരണം ഇപ്പോൾ മനസ്സിലാക്കി, അറിഞ്ഞു. ഇനി തെറ്റായിട്ട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. നിങ്ങളോട് ആരാ വാഴ കേൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞ് വന്നാലും കുടുങ്ങും. ഇനി കാണാൻ മോനെ ഉമ്മാമല് രാവിലെ സുബഹിസ്കരിക്കുമ്പോൾ ഫാത്തിഹ എത്തുമ്പോൾ പല കോലത്തിലായിരിക്കും. ഇതെല്ലാം മാറി മാറി വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ അടുത്ത് കണ്ണൂർ ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഓടി വന്നു. എന്നിട്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് ഓർമ്മയുണ്ട്, മുമ്പ് നമ്മളടുത്ത് ക്ലാസ്സിനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പരിചയപ്പെട്ട് എന്നോട് പറഞ്ഞു. ലാസ്റ്റ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഞാൻ ചോദിച്ചു എന്താണ്? അല്ല നിങ്ങൾ ളാദും പറഞ്ഞു പോയില്ലേ, അതിന് ശേഷം ഇങ്ങനെ നാവിൻ്റെ സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ട് ഇങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചിട്ട് പോയില്ലേ? അതിനുശേഷം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എപ്പം കൈകെട്ടിയിട്ട് ഫാത്തിൻ്റെ അടുത്തെത്തി മഗ്ലൂബിൻ്റെ അടുത്തെത്തുമ്പോൾ നിങ്ങളെ മോന്തയാ ഓർമ്മ വരുന്നത്. കാരണം ഇതന്നെ, ഇത് തെറ്റ് തീരണ്ടേ? ഇങ്ങനെ ഓർമ്മ. ഇനി മോന്ത ഉറക്കാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ അല്ലാതെ ഫാത്തിഹയിൽ അക്ഷരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കോ. അതുപോലെ ഫാത്തിഹയിൽ വേറെയും തെറ്റ് വരും. ചില ആൾ കിബറാക്കിയിട്ട് ഓതും, അതൊക്കെ തെറ്റാണ്. മായിൽ ഓവറായിട്ട് നീട്ടാൻ പറ്റൂല. ഉദാഹരണം പറയാം, മാല എന്ന് പറയുമ്പോൾ എത്ര നീട്ടുന്നുവോ അത്രയും നീട്ടാൻ പറ്റും. മാലിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫാൻസി കടയിൽ പോയിട്ട് ആരെങ്കിലും മാലൊക്കെ ചോദിക്കുമ്പോൾ ഈ മാലക്ക് എത്ര പൈസ, അപ്പൊ പറയില്ല എനിക്ക് ബിരാതായിനോ. കാരണം നീട്ടുമ്പോ ചില നീട്ടലെല്ലാം ബോറാണ്. അപ്പൊ നീട്ടാൻ പാടുള്ളിടത്തേ നീട്ടാൻ പാടുള്ളൂ. ചില ആൾ ഓതും ഈയാക്ക, അത് തെറ്റാണ്. കാരണം ഈന്റെ അടുത്ത് എന്താക്കാനില്ല, നീട്ടാനില്ല. ഈയാക്കല്ല, ഇയ്യാക്ക. എന്താക്ക? ഇയ്യാക്കയാണ്. പിന്നെ എന്താക്കല്ല, ഈയാക്കല്ല. ഇതൊക്കെ തെറ്റിക്കാണ്. ചില ആളുകൾ ഓതുമ്പോ മാലിക് യൗമിദ്ദീൻ നൂന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചുണ്ടുപൂട്ടും, മാലിക് യൗമിദ്ദീൻ. ഓന്റെ ഫാത്തിഹ തെറ്റാണ്. കാരണം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ചുണ്ടുപൂട്ടിയപ്പോൾ വേറൊരു എക്സ്ട്രാ അക്ഷരം വന്നു, മീമ്. ഫാത്തിഹ ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ഫാത്തിഹയിൽ പോലും വരുന്നുണ്ട്. ഇരിക്കട്ടെ, നമ്മൾ അറിയാതെ പല തെറ്റുകളും വരികയാണ്. അതാണ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ പ്രവാചകനായ യൂനുസ് നബിയുടെ പ്രാർത്ഥന പോലും 40 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വീകരിച്ചതെങ്കിലോ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ. ഒരു സ്വാലിഹായ സന്താനത്തിന് വേണ്ടി കണ്ടമിടറിയിട്ട് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷി നിർത്തിയിട്ട് 10 പതിറ്റാണ്ടുകളോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥന നടത്തിയപ്പോഴാണ് അല്ലാഹു ഒരു സ്വാലിഹായ സന്താനത്തിന് നൽകിയതെങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നീ അല്ലാഹുവിനോട് ചോദിക്കുന്നുവെങ്കിലോ നിർത്താതെ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക. ഒരു പ്രാർത്ഥനയും വെറുതെയാവില്ല. മാത്രമല്ല, ദുആ ചെയ്യുന്ന സമയത്തോ നല്ല യഖീനോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി കഴിയണം. ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്ന ദൃഢമായ വിശ്വാസത്തോടെ ദുആ ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ കിട്ടാതിരിക്കാം, ഒരു സംശയത്തിന്റെ പുറത്താണ്, 50-50 എന്ന നിലയിലാണ് ദുആ ചെയ്യുന്നത്. എന്നാൽ ദുആ ചെയ്യേണ്ടത് അങ്ങനെയല്ല. അല്ലാഹു എനിക്ക് തരുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരിക്കണം. അല്ലാഹുവല്ലാതെ പിന്നാരാണ് എനിക്ക് തരാനുള്ളതോ? അല്ലാഹുവിന്റെ വാതിലല്ലാതെ പിന്നേത് വാതിലായി എനിക്ക് മുട്ടാനുള്ളതോ? അല്ലാഹുവിനോടല്ലാതെ പിന്നാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളതോ? അല്ലാഹുവിലേക്കല്ലാതെ പിന്നാരിലേക്കാണ് എനിക്ക് കൈകൾ ഉയർത്താനുള്ളത്? ഇല്ല ഇല്ല, എനിക്ക് നീ ഉത്തരം തരണേ അല്ലാഹ്. ദൃഢമായ വിശ്വാസത്തോടെ പ്രാർത്ഥന നടത്തണമെന്ന അതിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആ ഉസ്താദിന്റെ പേര് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സമസ്തയുടെ 10 പതിറ്റാണ്ടുകളോളം പ്രസിഡന്റാ. ഏതാ ഈ സമസ്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലറിയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളോട് കടലേ നീ അടങ്ങുന്നു പറഞ്ഞപ്പോ അനുസരണയുള്ള കുട്ടിയെ പോലെ കടലടങ്ങിയ കറാമത്തിന്റെ ഉടമയായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് തന്റെ പരിപാവനമായ ഇരുകരങ്ങളും മേൽപോട്ടുയർത്തിയിട്ടു രാജാതിരാജനായ സർവലോക സംരക്ഷകനായ ജഗനിയന്താവായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥന നടത്തുകയാ. അല്ലാഹുവേ, ഈ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്ത് നീ ഖിയാമത്ത് നാളോളം നിലനിർത്തണേ അല്ലാഹ് എന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങള് സമസ്ത സ്ഥാപിക്കുന്ന നേരത്ത് പ്രാർത്ഥന നടത്തിയപ്പോ ആ പ്രാർത്ഥനക്ക് ആരാണ് ആമീൻ പറഞ്ഞത്? നൂറുകണക്കിന് വരുന്ന സുന്നി പ്രവർത്തകരാ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷി നിർത്തിയിട്ട് മഹാന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാരാ. ആ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് 26 വയസ്സുള്ള മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് മലപ്പുറം ഭാഗത്തൊരു പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്തു. ഇത് എന്റെ ഉസ്താദിന്റെ അനുഭവമാ. ഇത് വെറുതെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുകയല്ല. ഇത് ആരെങ്കിലും കണ്ട സ്വപ്നത്തിന്റെ കഥ പറയുകയല്ല. പിന്നെയോ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കറാമത്ത് പറയുകയാണ്. എന്റെ ഉസ്താദ് അനുഭവിച്ചതാണ്. എന്നെ ദർസ് പഠിപ്പിച്ച കുഞ്ഞാലി ബാഖവി ഉസ്താദ് അവർകളോ ഉസ്താദിന്റെ നാട്ടിലോ ഉസ്താദ് പഠിക്കുന്ന സമയത്തോ മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ്. ആ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന നേരത്തോ ആ നാട്ടിൽ ദുആ ചെയ്യാൻ വേണ്ടി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സദസ്സ് സംഘടിപ്പിച്ചു. ആ സദസ്സില് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കുട്ടികളുമുണ്ട്, മുതിർന്നവരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ആ പ്രാർത്ഥനക്ക് ദുആക്ക് ഉത്തരം നേതൃത്വം നൽകുന്നതാരാണ്? മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദായിരുന്നു. ആ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുകയാണ്. മഴയുടെ ഒരടയാളം പോലും ഇല്ലാത്ത നേരത്ത് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ കൈയുയർത്തി നിൽക്കുന്ന നേരത്ത് കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിലെ കസേരയിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ്, അല്ലാഹുവേ നീ മഴ തന്നാലല്ലാതെ ഈ അഹമ്മദ് ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഇതെന്തൊരു വാക്കാണ്! നീ മഴ തന്നാലല്ലാതെ ഈ കസേരയിൽ നിന്ന് ഈ അഹമ്മദ് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല. അതൊരു വല്ലാത്ത വാക്കാണ്. അതൊരു ഹിമ്മത്തിന്റെ വാക്കാണ്. അതൊരു തവക്കുലിന്റെ വാക്കാണ്. അത് ഖൽബിൽ യഖീനുള്ള മുഅ്മിനിന്റെ വാക്കാണ്. നീ മഴ തന്നാലല്ലാതെ ഈ കസേരയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞിട്ട് കണ്ണിയത്ത് ഉസ്താദ് അവിടെ തന്നെ ഇരിക്കുന്നു. ഈ ദുആ ചെയ്യാൻ വേണ്ടി, ആമീൻ പറയാൻ വേണ്ടി കൈകൾ ഉയർത്തിയ ആയിരക്കണക്കിന് ആളുകൾ, എന്റെ ഉസ്താദ് അടക്കമുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, മഴയുടെ ഒരടയാളം പോലും ഇല്ലാത്ത സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കരുതിയിട്ട് അത്ഭുത പരതന്ത്രരായിട്ട് നിലകൊള്ളുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരല്പ സമയം കഴിഞ്ഞപ്പോ അതിശക്തമായ മഴ പെയ്യുകയും
ആ മഴയിൽ നനഞ്ഞു കുതിർന്നു എന്റെ ഉസ്താദടക്കമെന്ന് തിരിച്ചു പോവുകയാണ്. മഴ നനഞ്ഞിട്ടാണ് ആ ദുആക്ക് വന്ന എല്ലാവരും തിരിച്ചു പോയത്. എന്ന് വെച്ചാൽ കണ്ണിയത്ത് ഉസ്താദിന് ഉറപ്പാണ്, ഞാൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു മഴ തരുമെന്ന്, അല്ലാഹു ഉത്തരം തരുമെന്ന്. ഈ ഉറച്ച വിശ്വാസത്തോടെ ദുആ ചെയ്യണമെന്ന്. ഉദുല്ലാഹ വ അൻതും മുഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ദൃഢമായ വിശ്വാസത്തോടെ ദുആ ചെയ്യണം. അത്രക്കും ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണമെന്നർത്ഥം. എന്നാൽ ഈ പ്രാർത്ഥന പ്രഭാത സമയത്ത് നിരവധി പ്രാർത്ഥനകളോ മഹാനായ മുഹമ്മദ് മുസ്തഫ പോരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഒരാളെ പ്രഭാത നേരത്ത് ചൊല്ലേണ്ട കാര്യങ്ങളോ പ്രാർത്ഥിക്കേണ്ട വചനാമൃതങ്ങളോ, അഥവാ ഒരാൾ ഉണരുന്ന നേരത്തും പൊട്ടെ ഉണരേണ്ട സമയം എപ്പോഴാണ്? സുബഹി ഖളാ ആവാത്ത നിലയിലെങ്കിലും എഴുന്നേൽക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഉമ്മമാരുണ്ടോ? അതുപോലെ കൃത്യമായി സുബഹിയുടെ ജമാഅത്തിന് പങ്കെടുക്കുന്നവരുണ്ടോ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, സുബഹി നമസ്കാരം ഖളാക്കല്ല. ആ പ്രഭാത പ്രാർത്ഥനയായ സുബഹി നമസ്കാരം ഖളാക്കി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്ന് വെച്ചാൽ സുബഹി നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാലോ അവനെ പടച്ചവൻ തമ്പുരാനും തിരിഞ്ഞു നോക്കൂല. അല്ലാഹുവിന്റെ റഹ്മത്തില്ല, അല്ലാഹുവിന്റെ അനുഗ്രഹമില്ല, അന്നേ ദിവസം അഭിവൃദ്ധിയില്ല. ഇനി സുബഹി നമസ്കാരം ഒഴിവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, സുബഹി കുറച്ച് കഴിയട്ടെ എന്ന് കരുതുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരി ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിലോ അവരോടൊരു വിഷയം പറഞ്ഞു തരാം. നീ ഒഴിവാക്കുന്ന പ്രഭാത നമസ്കാരം അത് നീ ഒഴിവാക്കി കഴിഞ്ഞാൽ, സമയം പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ലഭ്യമാകാൻ പോകുന്ന ശിക്ഷ കഠോരമാ, വേദനാജനകമാ. നമുക്കറിയാവുന്ന ആയത്താണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ടോ? എങ്ങനെ നിസ്കരിക്കുന്നവരാ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവര് നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാ. അങ്ങനെയുള്ളവർക്ക് വൈലെന്ന നരകമുണ്ടോ? എന്താ ഈ വൈലെന്ന നരകമെന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാ, നരകത്തിലുള്ള ഏറ്റവും ചൂടുള്ള ഭാഗമാണ് വൈലെന്ന നരകമത്രേ. ആ വൈലെന്ന നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം എത്രയാ? ആ വൈലെന്ന നരകത്തിലെങ്ങാനും ഈ ഭൂമിയിലുള്ള പാറകളെയും പർവ്വതങ്ങളെയും ഇടുകയാണെങ്കിൽ സെക്കൻഡുകൾക്കകം ആ പാറയും പർവ്വതങ്ങളും ഉരുകിയൊലിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാ. അത്രയും കഠോരമായ ചൂടുള്ള ഭാഗമാ വൈലെന്ന നരകമത്രേ. ആ വൈലെന്ന നരകം ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഈ ശബ്ദം നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രഭാത നിസ്കാരം ഖളാക്കാൻ ഇനി നമുക്ക് തോന്നൂല. ഇത് ആർക്കാണ്? അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ ആളുകളാ. എന്താ ഈ അശ്രദ്ധരെന്ന് പറഞ്ഞാൽ? സമയത്തിന് നിസ്കരിക്കാത്തവരാണ്, ഖളാ ആക്കുന്നവരാ. സുബ്ഹാനല്ലാഹ്,
ഞാനിത് പറയുമ്പോ ഇന്നത്തെ ദിവസം പോലും സുബഹി ഖളാ ആക്കിയ ചെറുപ്പക്കാരൻ ഇത് കേൾക്കുന്നുണ്ടോ? സുബഹി ഖളാ ആക്കിയ ചെറുപ്പക്കാർ ഇത് കേൾക്കുന്നുണ്ടോ? പെണ്ണുങ്ങളെ നീ ആലോചിച്ചോ, നിന്റെ ഉറക്കിന്റെ മസ്തിലോ സുബഹി കുറച്ച് കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഒരിക്കൽ കൂടി കണ്ണടക്കുകയോ, അത് പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കണ്ണു തുറക്കുന്നതെങ്കിലോ അപ്പോഴേക്കും സുബഹി ഖളാ ആകുന്നു. നിനക്ക് പോകാനുള്ളത് വൈലെന്ന നരകമാ. ഭൂമിയിലുള്ള പാറകളെയും പർവ്വതങ്ങളെയും കരിച്ചു കളയുന്ന, ഉരുക്കി കളയുന്ന ആ വൈലെന്ന നരകം നിന്നെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിന് ഇന്ന് മനസ്സുകൊണ്ട് നീ തീരുമാനമെടുക്കുക, ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ മനഃപൂർവ്വം ഒരു ഫർള് നമസ്കാരവും ഖളാ ആക്കുകയില്ല എന്ന് അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അപ്പോൾ കൃത്യമായി ഖളാ ആവാതെ നമസ്കരിക്കാൻ വേണ്ടി, എഴുന്നേൽക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ എങ്ങനെയാ എഴുന്നേൽക്കേണ്ടത്? വലതുഭാഗം ചെരിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണമെന്നാണ്. ആരാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഇത് അള്ളാന്റെ ഹബീബിന്റെ ചര്യയാണ്. ചാണിന് ചാണായും മുഴത്തിനും മുഴമായും പൂർണ്ണമായും അനുധാവനം ചെയ്യേണ്ട പ്രവാചക ചര്യയാണതോ. വലതുഭാഗം ചെരിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണമെന്നാണ്. അതിനും ധാരാളം ശാസ്ത്രീയ ഗുണങ്ങളുണ്ടോ? അങ്ങനെ എഴുന്നേറ്റ ഉടനെ രണ്ട് മുൻകൈ കൊണ്ടും മുഖം തടവുക, എന്നിട്ട് എഴുന്നേൽക്കുന്ന നേരത്ത് ചൊല്ലുക, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ ചൊല്ലിയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി കഴിയണം. ഈ ദിക്റിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്ന നേരത്ത് അയാളുടെ അരികിലേക്ക് പിശാച് വരുന്നു, അതുപോലെ ഒരു മലക്കും വരുന്നു. ആ മലക്ക് വന്നിട്ട് രാവിലെ തന്നെ ഇവനോട് പറയും, മലക്ക് രാവിലെ തന്നെ പറയും, നീ ദിക്ർ ചൊല്ലിയിട്ട് ഉണരുക എന്നോ. അങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് ഉണരുകയാണെങ്കിൽ അന്നേ ദിവസം മുഴുവനും അവന്റെ കൂടെ മലക്കുണ്ടാകുമെന്നാണ്. മലക്കിന്റെ പ്രൊട്ടക്ഷൻ അവന് ലഭ്യമാകുമെന്നാണ്. എന്നാൽ രണ്ടാമതൊരാൾ വരും, അത് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് പറയുമത്രേ, നീ ദിക്ർ ചൊല്ലാതെ ഉണരൂ. അങ്ങനെ നാമൊക്കെ പതിവായി ഉണരുന്നത് പോലെ ദിക്ർ ചൊല്ലാതെ ഉണർന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം മുഴുവനായി അവന്റെ കൂടെ പിശാചുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, ആ മലക്കിന്റെ സാന്നിധ്യം വേണോ അതല്ല പിശാചിന്റെ സാന്നിധ്യം വേണോ നമുക്ക് തീരുമാനിക്കാം. രാവിലെ ഉണരുന്ന നേരത്ത് ദിക്ർ ചൊല്ലിയിട്ട് ഉണരാൻ വേണ്ടി കഴിയണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്ന നേരത്തോ അയാളുടെ അരികിലേക്ക് പിശാച് വരും. അതിനു മുമ്പേ പിശാച് 3 കെട്ട് കെട്ടുന്നതാണ്. ഈ പിശാച് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മുടെ അനുഭവ വേദ്യമാവാത്ത 3 കെട്ടുകൾ കെട്ടുന്നതാണ്. ഈ 3 കെട്ടുകൾ അഴിച്ചിട്ട് വേണം ഉണരാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ 3 കെട്ടുകൾ അഴിക്കുക? ഒരാള് ദിക്ർ ചൊല്ലിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ പിശാച് കെട്ടിയ 3 കെട്ടുകളിൽ ഒന്നാമത്തെ കെട്ടഴിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ കെട്ടേതാണ്? അവൻ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കെട്ടും അഴിയുന്നതാണ്. അവൻ സുബഹി നിസ്കരിക്കലോട് മൂന്നാമത്തെ കെട്ടും കടിക്കാനും കഴിയുമെന്നോ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهدي لله بأهل البدر يا الله بأهل പിശാച് കെട്ടിയ മൂന്നാമത്തെ കെട്ടും കഴിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് തന്നെ ഉണരണം. ഇനിയോ നമ്മൾ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. ആ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഇടത് കാലെടുത്ത് വെച്ച് കയറണമെന്നും ചെരുപ്പ് ധരിക്കണമെന്നും തലമറക്കണമെന്നും പറയും. പള്ളിയിലെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്നാൽ അവനവന്റെ വീട്ടിലെ ബാത്റൂമിലേക്ക് പോകുമ്പോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആരാണ് ചെരുപ്പ് ധരിക്കുന്നവർ? ആരാണ് തലമറക്കുന്നവർ? ഇതിന്റെ ശാസ്ത്രം ഒരു വിഷയം പറയുന്നുണ്ടല്ലോ. ആ ബാത്റൂമിലുള്ള ചില അണുക്കള്, രോഗാണുക്കളോ തലയുടെ മൂർധാവിലൂടെയും നഗ്നപാതരായ അകത്തേക്ക് കടയേറുന്നവന്റെ കാൽപാദങ്ങളിലൂടെയും അണുക്കള് ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. എന്നാൽ 14 മുമ്പ് ആ അണുക്കളുടെ പ്രവേശനത്തിന് പ്രതിരോധമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കണമെന്നും തലമറക്കണമെന്നും അതുപോലെ ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത് എന്നും. ചില ആളുകൾ ഇങ്ങനെ ഇരുന്ന് സമയം കളയുകയാ. അങ്ങനെ ഇരുന്ന് സമയം കളയുന്നവർ ആലോചിച്ചോ, അവർക്ക് പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഇന്ന് ആരോഗ്യ മാസികയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നു. മാത്രമല്ല, ബാത്റൂമിൽ തുപ്പുന്ന ആളുകളുണ്ട്. ബ്രഷ് എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോകും, എന്നിട്ട് ബാത്റൂമിൽ തുപ്പും. എന്നാൽ ഈ ഉമിനീരിലും ആ മൂത്രത്തിലും അടങ്ങിയ ചില രാസവസ്തുക്കൾ, ചില വിഷയങ്ങളോ അത് രണ്ടും സംഗമിച്ചു കഴിഞ്ഞാൽ അതവിടെ മറ്റൊരു രോഗാണുവിന്റെ ഉൽപാദനം നടക്കുന്നു എന്ന് ശാസ്ത്രം നമ്മോട് വിളിച്ചു പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ മൂത്രത്തിൽ തുപ്പരുത് എന്നോ. ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളാണ്, അനവധി നിരവധി വിഷയങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ടോ. മാത്രമല്ല, ബാത്റൂമിലേക്ക് കയറുന്ന സമയം ബിസ്മില്ലാഹി اللهم إني أعوذ بك من الخبث والخبائث. അല്ലാഹുവേ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. പെങ്ങളെ, ബാത്റൂമിൽ നീ തനിച്ചല്ല, അവിടെ ആൺപിശാചുക്കളുമുണ്ട് പെൺപിശാചുക്കളുമുണ്ടോ, അവരോട് കാവൽ തേടേണ്ടതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലരും നമ്മുടെ വീട്ടിലുണ്ടോ, പലരും ബാത്റൂമിലുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ, ഒരാൾ വസ്ത്രം അഴിക്കുന്ന നേരത്തോ ബിസ്മി ചൊല്ലണേ. ബിസ്മി ചൊല്ലിയിട്ട് ഒരാൾ വസ്ത്രം അഴിച്ചു കഴിഞ്ഞാൽ അവന്റെ നഗ്നത ജിന്നുകൾക്ക് കാണാൻ കഴിയുകയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് പ്രവാചകന്റെ പാഠമാ. ഇത് യാഥാസ്ഥികത്വം വിളമ്പുകയല്ല, ഇത് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയല്ല. ഇത് ലോകത്തിന്റെ മുത്തായ ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതാ. വസ്ത്രം അഴിക്കുന്ന നേരത്ത് നിന്റെ നഗ്നതകൾ ജിന്നുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബിസ്മി ചൊല്ലണേ. ബിസ്മി ചൊല്ലിയിട്ട് വസ്ത്രം അഴിച്ചു കഴിഞ്ഞാൽ നിന്റെ നഗ്നതകളോ ജിന്നുകൾക്ക് കാണാൻ കഴിയൂല. മുത്തൊളി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ എത്ര പേരുണ്ടോ വസ്ത്രം അഴിക്കുന്ന നേരത്ത് ബിസ്മി ചൊല്ലുന്നവരോ? ഇല്ലെങ്കിൽ മാറ്റം വരുത്തണം. അതിനുവേണ്ടിയായി ഈ വിഷയം ഇവിടെ തെരഞ്ഞെടുത്തതോ. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പോലും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലരുമുണ്ടോ. അതുകൊണ്ടല്ലേ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം ചൊല്ലിയിട്ട് കയറണമെന്ന് പറഞ്ഞതോ. ഇനി ആ വീട്ടിലേക്ക് കയറുന്ന നേരത്തോ ആ വീട്ടിൽ ആരുമില്ലെങ്കിലും നീ സലാം പറയണം. പക്ഷെ ആ സലാം എങ്ങനെയുള്ള സലാമാണ്? സാധാരണ അസ്സലാമു അലൈക്കും അല്ല. പിന്നെയോ, ആരാരുമില്ലാത്ത നിന്റെ വീട്ടിലേക്കോ റൂമിലേക്കോ കയറുകയാണെങ്കിലോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ
എന്ന സലാമാ പറയേണ്ടത്. അസ്സലാമു അലൈനാ, അല്ലാഹുവിന്റെ രക്ഷ നമ്മുടെ മേലിൽ ഉണ്ടാവട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ അടിമകളുടെ മേലിലും ഉണ്ടാവട്ടെ. ഏതായി സ്വാലിഹീങ്ങളായ അടിമകളോ? അവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മലക്കുകൾ ഉണ്ടാവാം, അവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജിന്നുകൾ ഉണ്ടാവാം. അതുകൊണ്ട് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ചൊല്ലിയിട്ട് കയറണമെന്നാണ്. അപ്പൊ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലരും നമ്മുടെ വീട്ടിലുണ്ടോ? ഇരിക്കട്ടെ, ഏതായിരുന്നാലും ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് ചൊല്ലുക. ഇറങ്ങുമ്പോൾ ചൊല്ലാനുള്ള ദിക്റുകൾ നമുക്ക് മനഃപ്പാഠമാണ്, അതും ചൊല്ലുക, അതും നാം നിർവഹിക്കുക. ഇനിയോ ആ ചൊല്ലുന്ന ആ പ്രഭാത നേരത്ത് പ്രത്യേകമായി ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. 3 വട്ടം പ്രഭാത നേരത്ത് പറയണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് പ്രഭാതത്തിൽ 3 വട്ടവും വൈകുന്നേരവും 3 വട്ടവും ചൊല്ലിക്കഴിഞ്ഞാൽ അവന് എല്ലാവിധ ഉപദ്രവ ജീവികളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകുകയാ. പാമ്പുകളും തേളുകളും അതുപോലെയുള്ള വിഷജന്തുക്കളിൽ നിന്നോ അല്ലാഹുവിന്റെ സംരക്ഷണം വേണോ? രാവിലെയും വൈകുന്നേരവും 3 വട്ടം ചൊല്ലണമത്രേ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഇനി ഇതേ ദിക്റിന്റെ മറ്റൊരു മഹത്വം റസൂലുള്ളാഹി പറയുന്നുണ്ട്. മൻ നസല മൻസിലാ, ഒരാൾ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ثم قال اعوذ بكلمات താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്റും ആ സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ലം യദുറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ആ നാട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഓർത്തു നോക്കിയേ, ഇത് ഈ നാടല്ലാത്ത വേറൊരു നാട്ടിലേക്ക്, ഇപ്പൊ കണ്ണൂര് പോയി കഴിഞ്ഞാൽ, കൂത്തുപറമ്പ് പോയി കഴിഞ്ഞാൽ, നിന്റെ നാടല്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ദിക്ർ നീ ചൊല്ലുകയാണെങ്കിൽ ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കണ്ണൂരിലാണ് ജോലി ചെയ്യുന്നതെങ്കിലോ, നീ കൂത്തുപറമ്പാണ് ജോലി ചെയ്യുന്നതെങ്കിലോ, നീ ചക്കരക്കല്ലിലാണ് ജോലി ചെയ്യുന്നതെങ്കിലോ, ആ നിന്റെ നാടല്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് എത്തിയ ഉടനെ ഈ ദിക്ർ നീ 1 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകുമെന്ന് ജീവിതത്തിൽ ഒരു തവണ പോലും കളവ് പറയാത്ത, പൊളിവാക്ക് പറയാത്ത, പുലഭ്യം പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. മാത്രമല്ല, ഇനി പ്രഭാത നേരത്ത് ചൊല്ലാനുള്ള മറ്റൊരു ദിക്റാണ്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ. പതിവായി രാവിലെ പ്രഭാതത്തിൽ 3 വട്ടം ഈ ദിക്ർ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ നാളെ പരലോകത്ത് ഈ മനുഷ്യനെത്തിക്കഴിഞ്ഞാൽ, പരലോകത്ത് ഒരു ജാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന വിഭ്രാന്തിയുടെയും ബേജാറിന്റെയും സമയമെത്തിക്കഴിഞ്ഞാൽ അവനോട് പരലോകത്ത് വെച്ച് അല്ലാഹു പറയുമത്രേ, നിന്നെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതേ, റളീതു ബില്ലാഹി റബ്ബാ, റബ്ബായിട്ട് അല്ലാഹുവിനെ ഞാനും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനാ, ദീനായി ഇസ്ലാമിനെയും ഞാനും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയാ, പ്രവാചകനായി മുഹമ്മദ് നബിയെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ദിക്ർ രാവിലെ 3 വട്ടം പതിവാക്കുകയാണെങ്കിലോ അവനോട് പരലോകത്ത് വെച്ച് അല്ലാഹു പറയുകയാണ്, നിന്നെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താ ചൊല്ലിക്കൂടെ 3 വട്ടം? റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ
വബിമുഹമ്മദിൻ നബിയ്യാ ചൊല്ലാൻ മറക്കണ്ട. അതേപോലെ പ്രഭാത നേരത്തോ ഒരു ആയത്തുൽ കുർസി ഓതണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആയത്തുൽ കുർസി ഓതണമെന്ന്. എന്നാലുള്ള നേട്ടം, ആയത്തുൽ കുർസി പ്രഭാതത്തിൽ ഓതിയാൽ അന്ന് രാത്രി ഉറങ്ങുന്നതുവരെ എല്ലാവിധ പിശാചിന്റെ ശർറുകളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുമെന്നാണ്. അതേപോലെ ഇതേ ആയത്തുൽ കുർസി ബാങ്കിന്റെ ദുആക്ക് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് വരെയുള്ള എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാ. ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞതോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെയും അത് മുഴുവനായി കേച്ച് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നീയോ പ്രഭാതത്തിൽ നമ്മൾ വലിയൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള 5 കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. വളരെ ജീവിതത്തിലേറെ ഉപകാരപ്പെടുന്ന, ഏറെ ആകർഷണീയമായ, ഏറെ ആനന്ദതുന്തിലമായ മുഹൂർത്തങ്ങളെ സമ്മാനിക്കുന്ന മനോഹരമായ 5 പ്രാർത്ഥനകള് എല്ലാ പ്രഭാതത്തിലും നാം നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ചൊല്ലുന്നവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഞാൻ ഈ ചൊല്ലുന്നത് എന്നോ. അങ്ങനെയുള്ളവർ നമ്മുടെ സദസ്സിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചു തരാം. പ്രഭാതത്തിൽ ഞാൻ ചൊല്ലുന്ന, ഓതുന്ന, ദുആ ചെയ്യുന്ന 5 പ്രാർത്ഥനകൾ ഏതാണ്? അത് മറ്റൊന്നുമല്ല, സുബഹിയുടെ കുനൂത്തില്, പ്രഭാത നിസ്കാരമായ സുബഹിയുടെ 2ാമത്തെ റക്അത്തിലെ കുനൂത്തിലെ ഇഅ്തിദാലിലെ കുനൂത്തില് അല്ലാഹുവിനോട് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഇന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചോദിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്നോ. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചോദിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏതൊക്കെയാണ് 5 പ്രാർത്ഥനകള്? ഒരുമിച്ച് പറ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വഖിനാ ശർറ മാ ഖളൈത. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പുത്തൻവാദിയും കുനൂത്തോതി പോകും. അത്രയും മനോഹരമായ അർത്ഥമാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം ഞങ്ങളെയും നീ സന്മാർഗത്തിലേക്ക് ചേർക്കണേ അല്ലാ. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടതെന്താണ്? ഏറ്റവും ആവശ്യമായും അത്യാവശ്യമായും അത്യന്താപേക്ഷിതമായും ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടതെന്താ? സമ്പത്താണോ? അല്ല. ആരോഗ്യമാണോ? അല്ല. ബുദ്ധിയാണോ? അല്ല. സൗന്ദര്യമാണോ? അല്ല. എല്ലാറ്റിനേക്കാളും വലുതായിട്ടൊരു മനുഷ്യനുണ്ടാവേണ്ടതോ അത് ഒന്നാ, അത് ഹിദായത്ത് മാത്രമാ. സന്മാർഗമാണ് ഒരു മനുഷ്യനുണ്ടാവേണ്ടതോ. സന്മാർഗമില്ലാതെ പണമുണ്ടായിട്ട് കാര്യമില്ല. സന്മാർഗമില്ലാതെ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. സന്മാർഗമില്ലാതെ ബുദ്ധിയുണ്ടായിട്ട് കാര്യമില്ല. സന്മാർഗമില്ലാതെ ജീവനുണ്ടായിട്ട് കാര്യമില്ല. ജീവനേക്കാളും ജീവിതത്തെക്കാളും സമ്പത്തിനേക്കാളും ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും ബുദ്ധിയെക്കാളും ഒരു മനുഷ്യനുണ്ടാവേണ്ടത് ഹിദായത്താ, സന്മാർഗമാ. ആ സന്മാർഗത്തിനു വേണ്ടിയാണ് ദിവസം 17 വട്ടം പടച്ചതമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിലേക്ക് ചേർക്കണേ അല്ലാ. അതേപോലെ 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലോ അല്ലാഹുവിനോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ടല്ലോ. റബ്ബഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി
എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായി വേണ്ടത് ഹിദായത്താണ്. ആ ഹിദായത്തില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. ആ ഹിദായത്തിൽ ലഭ്യമാവുകയാണെങ്കിലോ ഇനി ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ പടച്ചതമ്പുരാന്റെ അള്ളാഹുവിനെ സ്നേഹിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കളോ അതുപോലെ മഹാന്മാരായ സ്വഹാബികളോ ഹിദായത്തില്ലെങ്കിൽ ജീവിതം വേണ്ടെന്ന് പറഞ്ഞവരാണ്. അതേ ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അടിമയായ സ്വഹാബിയാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ശത്രുക്കൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പുകൾക്ക് മുകളിൽ മലർത്തി കിടത്തിയിട്ട് ചാട്ടവാറുകൊണ്ടടിക്കുകയാ. എന്നിട്ട് പറയുന്നു, നീ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണോ എന്ന്. ഇല്ല ഇല്ല, ഈ സന്മാർഗത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല. ഒടുക്കം ശത്രുക്കളോ ഇരുമ്പിന്റെ കമ്പിയെടുത്തിട്ട് ചൂടാക്കിയ ഇരുമ്പിന്റെ കമ്പിയെടുത്ത് വയറ്റിന് കുത്തുകയാ. പിൽക്കാലത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വയറിന്റെ ഭാഗത്തോ 5 ദ്വാരങ്ങളുണ്ടായിരുന്നു. ചൂടാക്കിയ ഇരുമ്പിന്റെ കമ്പി കൊണ്ട് കുത്തിയ 5 ദ്വാരങ്ങളോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലുണ്ടായിരുന്നു. അത്ര വലിയ വേദന അനുഭവിച്ചവരാണ്. മറ്റൊരു സമയത്തോ ആ ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലോ ഇരുമ്പിന്റെ കമ്പി ചൂടാക്കിയിട്ടങ്ങ് വെച്ചപ്പോ ബോധരഹിതനായി വീണുപോയി. മറ്റൊരു ദിവസം ഇതേ ഖബ്ബാബിനെ ശത്രുക്കൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് 2 കൈയും 2 കാലും കൂട്ടിക്കെട്ടിയിട്ട് ഒരു മരത്തിന് കെട്ടിത്തൂക്കുകയാണ്. പുറം ഭാഗം താഴെയായി ഇങ്ങനെ കെട്ടിത്തൂക്കുകയും താഴ്ഭാഗത്ത് തീ കൊടുക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന നേരത്ത് തന്നെ ആ പുറം ഭാഗത്തുള്ള മാംസം തീ കൊണ്ട് കരിയാൻ തുടങ്ങുന്നു. വേദന കൊണ്ട് ആർത്തട്ടഹസിക്കുകയാണ്. ആ സമയത്തും ചോദിച്ചില്ലേ, ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണോ? ഇല്ല ഇല്ല. വേദന കൊണ്ട് വാവിട്ട് കരയുന്ന നേരത്ത് പോലും ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ ഞാൻ തയ്യാറല്ലാതെ ശത്രുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഗർജനത്തോടെ ഉറക്കെ ഉദ്ഘോഷിക്കാൻ ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു. ഒടുക്കം ആ തീയുടെ ചൂടേറ്റു ആ പുറം ഭാഗത്തുള്ള നട്ടലിന്റെ ഭാഗത്തുള്ള മാംസം താഴേക്കു ഉതിർന്നു വീണുപോയില്ലേ? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന, ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന നേരത്ത് തീ കൊണ്ടുള്ള ചൂടാ. ആ ചൂട് ദുനിയാവിൽ വെച്ച് അനുഭവിച്ചവരാണ് ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഹിദായത്തില്ലാതെ ജീവിതം വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞവരാ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവോ. അത്ഭുതമല്ലേ ചരിത്രം? ആർക്കാണ് ആ ചരിത്രം അറിയാത്തതോ? നിലവിളിച്ചു വാവിട്ട് കരയുന്ന നേരത്തോ ശത്രുവിന്റെ ചാട്ടവാറു കൊണ്ടുള്ള പ്രഹരമേൽക്കാൻ കഴിയാതെ വന്നപ്പോ ആ വിരിഞ്ഞ മാറിലേക്കോ ആ കറുത്ത നെഞ്ചിലേക്കോ രോമാവൃതമായ ശരീരത്തിലേക്കോ വലിയ പാറക്കല്ലെടുത്ത് വെച്ചപ്പോ വേദന കൊണ്ട് ആർത്തട്ടഹസിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം തരുമോ, ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് വാവിട്ട് കരഞ്ഞു ചോദിക്കുകയോ. ആ സമയത്ത് ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ശത്രു ഓടി വന്നിട്ട് വാവിട്ട് കരയുന്ന ബിലാലിന്റെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തില്ലേ? പക്ഷേ എന്നിട്ട് പോലും ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അവർക്കറിയാമായിരുന്നു ഹിദായത്തില്ല എങ്കിലോ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന്. ആ ഹിദായത്തിന് വേണ്ടിയാ പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾ നീ നേരായ മാർഗത്തിലേക്ക് ചേർക്കണേ അല്ലാഹ്. ഏതായി നേരായ മാർഗം? അതിന്റെ അടുത്തായ തോതിയാൽ മതി. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, ആ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് നേരായ മാർഗം.
ഇനി ആരെയാ അല്ലാഹു അനുഗ്രഹിച്ചതോ? സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചതെന്നറിയോ? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പ്രവാചകന്മാരെ അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ടോ? സിദ്ദീഖീങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ടോ? ശുഹദാക്കൾ അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ടോ? നാലാമതായി അനുഗ്രഹിച്ചതാരെയാണ്? അത് വസ്സാലിഹീൻ. സ്വാലിഹീങ്ങളെ അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ടോ? ആ അല്ലാഹുവെ നീ അനുഗ്രഹിച്ച സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ് എന്നാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ ചേർക്കണേ അല്ലാഹ്. അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്, ആരാണ് സ്വാലിഹ്? സ്വാലിഹിനെ കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് വഴിയുണ്ട്. അതിൽപ്പെട്ട ഒരു വഴി പറഞ്ഞുതരാം. സ്വാലിഹിനെ കണ്ടാ പറയാൻ കഴിയോ സ്വാലിഹാണെന്ന്? ഇപ്പൊ എന്നെ കണ്ടിട്ട് സ്വാലിഹാൻ തോന്നുന്നുണ്ടോ? ഇല്ലേ? എന്താ ഇങ്ങനെ കണ്ടിട്ട് ദേഷ്യം ഉണ്ടാ? പിന്നെന്താ ഇല്ലാന്ന് പറഞ്ഞു? അപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, കണ്ടാ തോന്നുന്നില്ല അല്ലെ? പോട്ടെ. അപ്പൊ ഒരാളെ കണ്ടാ സ്വാലിഹാന്ന് പറയാനൊന്നും കഴിയില്ല. എന്നാൽ സ്വാലിഹിനെ കണ്ടെത്താൻ പല വഴികളുമുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം അയാള് സ്വാലിഹായിരുന്നു എന്നോ. അങ്ങനെ ഇനി കണ്ടെത്തണം നമ്മൾ. സുബഹിയുടെ ഖുനൂത്തിൽ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഅ്മിനെ നീ കണ്ടെത്തണം ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചത് എന്നോ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ദിക്ർ ചൊല്ലിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. 1996 കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുകയാണ്. ആ സമയത്ത് സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ നേരത്തോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ വഫാത്താവാൻ വേണ്ടി പോകുന്ന സമയമാണ്. പരമാവധി ഒതുങ്ങിയിരിക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വരാന്തയിലേക്ക് കയറിയിരിക്കുക. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഈ ഭാഗത്തും സ്ഥലമുണ്ട്. പരമാവധി ഒരുമിച്ചിരിക്കും. ചെറിയ പാറലേ ഉള്ളൂ, അഥവാ പെട്ടെന്ന് പോയാൽ നമുക്ക് കസേരയിലിരിക്കാം, അല്ലെങ്കിൽ പരമാവധി ഒതുങ്ങിയിരിക്കാം. ധാരാളം ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. ഭാര്യയുടെ അസുഖം മാറാൻ, കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, മക്കൾ സ്വാലിഹായ സന്താനങ്ങളാവാൻ ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഭാര്യയുടെ അസുഖം മാറ്റി കൊടുക്കട്ടെ. കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. അതുപോലെ മക്കൾ സ്വാലിഹായ മക്കളാവാനും ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനും 1000 രൂപ ഒരു സഹോദരി സംഭാവന ചെയ്തിരിക്കാൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി 2000 രൂപ. അല്ലാഹു തആല സ്വതക്കയുടെ പ്രതിഫലം മരിച്ചുപോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഉപ്പാന്റെ ഖബർ വിശാലമാകുവാനും മകന്റെ അസുഖം മാറിക്കിട്ടുവാനും ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്യുക ഒരു സഹോദരൻ 400 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി പാറക്കൽ ഉമ്മർ എന്ന സഹോദരൻ 5000 രൂപ സംഭാവന. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അസുഖങ്ങളിൽ ശിഫ ലഭിക്കുവാനും ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാനും ദുആ ചെയ്യാൻ MK ഹസൻ ഹാജി 2000 രൂപ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി എഴുതി തന്നിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നുമായി നമുക്ക് അവസാനത്തിൽ ദുആ ചെയ്യാം. പ്രശ്നമില്ലല്ലോ, തുടരാലോ അല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.
മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1996 കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ശംസുൽ ഉലമ തന്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, എല്ലാവരും യാസീൻ ഓതണമെന്നോ. അങ്ങനെ യാസീൻ അങ്ങ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓതുന്നതിനിടയിലോ മരണത്തെക്കുറിച്ച് സൂചനയുള്ള ഒരായത്തെത്തിയപ്പോ ആ ഓതുന്ന ആളുടെ കൈ ശംസുൽ ഉലമ പിടിക്കുകയാണ്. എന്നിട്ട് കൈ കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, ആവർത്തിച്ച് ഓതണമെന്നോ. അങ്ങനെ 3 വട്ടം പ്രസ്തുത ആയത്ത് ഓതുകയാണ്. അങ്ങനെ യാസീൻ അവസാനം ഓതി പൂർത്തിയായപ്പോ വഇലൈഹി തുർജഊൻ, യാസീൻ ഓതി പൂർത്തിയായപ്പോ തൊട്ടടുത്തുള്ള പള്ളി മിനാരത്തിൽ നിന്ന് സുബഹിയുടെ ബാങ്കുലി മുഴങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് കേൾക്കുമ്പോൾ ശംസുൽ ഉലമയും അല്ലാഹു അക്ബർ പറയുകയാണ്. ബാങ്കിന് ഇജാബത്ത് നൽകുകയാണ്. അങ്ങനെ ബാങ്കിന്റെ ഓരോ വാക്കുകൾക്കും ഇജാബത്ത് നൽകി ബാങ്കിന്റെ അവസാനത്തെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിലേക്ക് എത്തിയപ്പോ ശംസുൽ ഉലമയും ഉറക്കെ പറയുകയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയലോടെ ശംസുൽ ഉലമ കണ്ണടച്ചോ. അഥവാ ശംസുൽ ഉലമ ദിക്ർ ചൊല്ലിയിട്ടായി ലോകത്തോട് വിട പറഞ്ഞതോ. ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച മനുഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം അയാൾ സ്വാലിഹായിരുന്നു എന്ന്. നോക്കി, അടുത്ത കാലത്ത് വഫാത്തായ മഹാനായ കോയക്കുട്ടി ഉസ്താദ് മാസങ്ങൾക്ക് മുമ്പല്ലേ മരണപ്പെട്ടത്. എങ്ങനെയാണ് കോയക്കുട്ടി ഉസ്താദിന്റെ വഫാത്ത്? മഗ്രിബ് നമസ്കാരത്തിന് ശേഷം തന്റെ വീട്ടിലുള്ള എല്ലാവരോടും ദിക്ർ ചൊല്ലാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും സെൻട്രൽ ഹാളിൽ വട്ടമിട്ടിരുന്നിട്ട് ദിക്ർ ചൊല്ലുകയാണ്. പതിവായി ദിക്ർ ഹൽക്കയുടെ സദസ്സിൽ ചെന്നാൽ ചൊല്ലുന്ന ദിക്റാണ്. അത് മുഴുവനും ചൊല്ലി തീർന്നപ്പോ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ക്ഷീണിതനായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് അവസാന സമയമാണ്. എല്ലാവരും കൂട്ടത്തോടെ യാസീൻ പാരായണം ചെയ്യുന്നു. അങ്ങനെ യാസീൻ ഓതി ഓതി എവിടെ എത്തിയെന്നറിയോ? ഇന്നാ സ്വഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക് മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിലേക്ക് എത്തിയപ്പോ ഉസ്താദിന്റെ ഹാലങ്ങ് മാറി. അതേ മരണാസന്നനായി കിടക്കുകയാ. അന്നേരം ഓതുന്ന ആള് ഓത്ത് നിർത്തിയിട്ടു ദിക്ർ ചൊല്ലി കൊടുക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേൾക്കേണ്ട താമസം കോയക്കുട്ടി ഉസ്താദ് ഉറക്കെ ചൊല്ലുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റും ചൊല്ലിയിട്ടാണ് മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലോ എന്തൊരു റാഹത്തുള്ള മരണമാ. മാത്രമല്ല ആ അവസാന സമയത്ത് ഓതിയ ആ ആയത്തേതാണ് ഇന്നാ സ്വഹാബൽ ജന്ന. സ്വർഗത്തിന്റെ ആളുകൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന വിഷയങ്ങളാ വിശദീകരിക്കുന്നത്. അവസാനത്തിൽ പറഞ്ഞത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം സലാം, സമാധാനം 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 എന്ന ഖുർആനിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞതെങ്കിലോ ഈ മഹാന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം ഇവരൊക്കെ സ്വാലിഹായിരുന്നു. അപ്പോൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത എന്ന പ്രഭാത പ്രാർത്ഥനയുടെ അർത്ഥം എന്തായി? നീ അനുഗ്രഹിച്ച ദിക്ർ ചൊല്ലി മരിച്ച സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ് എന്നായി അതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തേത് ഏതാണ്?
അതിനിടയിൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. അകമഴിഞ്ഞ് സഹായിക്കുക, നന്നായി സ്വതക്ക ചെയ്യുക. മദ്രസയുടെ വിഷയമാണ്. അള്ളാഹു നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ. മഴ പോയെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ കസേരയിലിരിക്കാം. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന ഏതാണ്? സുബഹിയുടെ ഖുനൂത്തിലെ ആ പ്രഭാത പ്രാർത്ഥനയായ രണ്ടാമത്തെ കാര്യം ഏതാണ്? വഅഫിനാ ഫീമൻ അഫൈത. അല്ലാഹുവേ, നീ ആരോഗ്യം നൽകിയവരോടൊപ്പം നമുക്കും നീ ആരോഗ്യം നൽകണേ അല്ലാ. ആരോഗ്യത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. ഒരു മനുഷ്യന് ഹിദായത്ത് കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ആരോഗ്യമാ. ഇന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. രോഗങ്ങളുടെ വാർത്തയാ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ മാറല്ല. ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈയിടത്തോ പ്രഭാഷണം നടത്താൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ, ഏകദേശം 30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ, അയാൾ കൈ പിടിച്ച് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണമെന്ന്. കരഞ്ഞിട്ട് പറയുന്നത് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ ദുആ ചെയ്യേണ്ടത് എന്ന്. അന്നേരം ആ 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുകയാണ്, ഉസ്താദേ, എൻ്റെ കുഞ്ഞുമോന്, എനിക്കൊരു മകനുണ്ട്, അവന് 3 വയസ്സാ. ആ 3 വയസ്സുള്ള എൻ്റെ മകന് ഇന്ന് ഐസിയുലാ കിടക്കുന്നത്. ഞാൻ ചോദിച്ചെന്താണ് രോഗമെന്നോ. അന്നേരം വിതുമ്പലോടെ കണ്ണീരോടെ ആ 30 വയസ്സുള്ള ചെറുപ്പക്കാരനായ പിതാവ് പറയുകയാണ്, 3 വയസ്സുള്ള എൻ്റെ മോന് ബ്ലഡ് ക്യാൻസറാ. 3 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ബ്ലഡ് ക്യാൻസറാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അതേ, മറ്റൊരു സ്ഥലത്തൊരു ഉമ്മ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉസ്താദേ, പറഞ്ഞിട്ട് ദുആ ചെയ്യാണ്, ഉസ്താദേ, എൻ്റെ മകള് 3 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് തൊണ്ടക്ക് വേദന വന്നിട്ട് ഡോക്ടറെ ചികിത്സിക്കാൻ വേണ്ടി പോയതാണ്. വിദഗ്ധമായ ചെക്കപ്പ് നടത്തിയപ്പോ അവിടുത്തെ ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ? ആ 3 വയസ്സുള്ള പെൺകുട്ടിയുടെ തൊണ്ടക്ക് ക്യാൻസർ എന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. അതെയോ, അതുപോലൊരു സഹോദരൻ ദുആ ചെയ്യാനും പറഞ്ഞതോ, പ്രസവിച്ച് 2 ദിവസമേ പ്രായമായിട്ടുള്ളൂ, പക്ഷേ ഹാർട്ടിന് ദ്വാരമാണ്. ചെറിയ കുഞ്ഞുമക്കൾക്ക് പോലും വലിയ വലിയ രോഗങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. ആ രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തോ മനസ്സറിഞ്ഞ് ഖുനൂത്തിൽ ദുആ ചെയ്യണേ. വഅഫിനാ ഫീമൻ അഫൈത. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ശ്രദ്ധ മാറില്ല. ഒരു സംഭവം പറഞ്ഞു തരാം. എടുത്തോ ഒരു ഉമ്മ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ ഫോൺ വിളിച്ച് പറയാണ്, ഉസ്താദ്, എൻ്റെ 2ാമത്തെ കുട്ടിക്ക് സുഖമില്ല എന്ന്. ഞാൻ ആ സുഖത്തിന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ശേഷം ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ 1ാമത്തെ കുട്ടിക്ക് എന്താണ് വിഷയമെന്ന്. അഥവാ 2ാമത്തെ കുട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് 1ാമത്തെ കുട്ടിയുടെ വിഷയം ചോദിച്ചതാണ്. അന്നേരം ആ ഉമ്മ പറയുകയാണ്, ഉസ്താദ്, എൻ്റെ 1ാമത്തെ കുട്ടി അതൊരു പെൺകുട്ടിയാ, പക്ഷെ 9ാമത്തെ വയസ്സിലും മരിച്ചുപോയി. 9ാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞുമോള് മരിച്ചുപോയി. ഞാൻ ചോദിച്ചെന്തേ രോഗമെന്ന്. അന്നേരം പറഞ്ഞു, ഉസ്താദേ, ആ രോഗത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു മാരകമായ രോഗമാ. എങ്കിൽ എൻ്റെ വലിയ സങ്കടം എന്താണെന്നറിയോ? ആ 9 വയസ്സുള്ള എൻ്റെ മോള് മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു തവണ പോലും എന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടില്ല. എന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടില്ല. അതേ, സംസാരശേഷിയില്ലായിരുന്നു. എന്നിട്ട് ആ ഉമ്മ പറയുകയാണ്, ഈ 9 വയസ്സിനിടയിൽ ഒരു തവണ പോലും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടന്നിട്ടുമില്ല. അതേ, ഉമ്മ കരഞ്ഞോണ്ടാ പിന്നെ പറയുന്നത്. ആ ഉമ്മ പറയാണ്, ജനിക്കുന്ന സമയത്ത് തന്നെ സംസാരശേഷിയില്ലാതെ ചലനശേഷിയില്ലാതെ ജനിച്ച പെണ്ണാണ്. കയ്യനക്കാൻ കഴിയാതെ, കാലനക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ ഒരു ജീവച്ഛവമായി ജനിച്ചു വീണു.
പിറന്നപ്പോൾ തന്നെ പലരും പറഞ്ഞതാണ്, ഒഴിവാക്കിക്കൂടെ, കളഞ്ഞൂടെ, അഥവാ കൊന്നു കളഞ്ഞൂടെ എന്ന്. ഇല്ല ഇല്ല, ഞാൻ എൻ്റെ മോളെ ആ സമയത്തൊക്കെ മാറോട് ചേർത്ത് വെച്ചിരുന്നു. ഇതെന്റെ മോളാണ്, എപ്പോഴെങ്കിലും ശരിയാവുമെന്ന് കരുതി ഞാൻ വളർത്തി. പക്ഷെ ഒരു മാംസ കഷ്ണം പോലെ കയ്യും കാലും അനക്കാൻ കഴിയാതെ എൻ്റെ മകള് വളരുകയാണ്. എന്നാലും സങ്കടത്തോടെ ഉമ്മ പറയാണ്, ഉസ്താദേ മറ്റൊരു വിഷയമെന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ 10 മിനിറ്റ് നേരം ശ്രദ്ധിക്കാതിരുന്നാൽ ഉറുമ്പ് വന്ന് പൊതിയുമെന്ന്. പക്ഷെ ഉമ്മ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഉറുമ്പരിക്കുമെന്നാണ്. അതേ, ഉറുമ്പരിക്കുന്ന പ്രത്യേകതരം ഒരു അസുഖമാണ്. ഉറുമ്പ് പൊതിയുമത്രേ, ഉറുമ്പ് കടിക്കുമത്രേ. എന്നാൽ ഉറുമ്പ് വന്ന് കടിക്കുമ്പോ ഒന്ന് കൈ കൊണ്ട് തട്ടിക്കുടയാൻ പോലും ചലനശേഷിയില്ല. എന്നിട്ട് ഈ ഉമ്മ സങ്കടത്തോടെ വിതുമ്പലോടെ പറയുകയാ, അടുക്കളയിൽ ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോ റൂമിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ എടുക്കും, എന്നിട്ട് അടുക്കളയിൽ പായ വിരിച്ചിട്ട് അവിടെ കിടത്തും. എന്നിട്ട് 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, എൻ്റെ മോളെടുത്ത് ഉറുമ്പ് വരുന്നുണ്ടോ, ഉറുമ്പ് കടിക്കുന്നുണ്ടോ. അലക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കും, എൻ്റെ മോളെ ഉറുമ്പ് പൊതിയുന്നുണ്ടോ. അങ്ങനെ നോക്കി നോക്കി 9 കൊല്ലമാണ് ഞാൻ എൻ്റെ മകളെ വളർത്തിയത്. ഈ 9 കൊല്ലത്തിനിടയിലും ഒരു തവണ പോലും എൻ്റെ കുടുംബത്തിലെ കല്യാണത്തിന് പോലും ഞാൻ പോയിട്ടില്ല. എൻ്റെ മുഴുവൻ സമയവും എൻ്റെ മകളുടെ കൂടെയാണ്. സാരമില്ല ഉസ്താദേ, സാരമില്ല, 9 അല്ല 90 കൊല്ലം അതുപോലെ എൻ്റെ കുഞ്ഞിനെ വളർത്തേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് സാരമില്ല. പക്ഷെ ആ ഉമ്മ സങ്കടത്തോടെ അവസാനം പറയുകയാണ്, എങ്കിലും ഉസ്താദേ, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമക്കളുണ്ടല്ലോ, എൻ്റെ മകളുടെ അതേ പ്രായത്തിലുള്ള മക്കളോ, അവരൊക്കെ ബാഗൊക്കെ ചുമന്ന് സ്കൂളിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ മകൾക്കും അതേ ആരോഗ്യമുണ്ടായിരുന്നെങ്കിലും എൻ്റെ കുഞ്ഞുമോളും ഇതുപോലെ സ്കൂളിലേക്ക് പോകുമായിരുന്നല്ലോ. അതുപോലെ ചില മക്കളോ ഉമ്മാൻ്റെ അരികിലേക്ക് ഓടി വന്നു ഉമ്മ എന്ന് വിളിച്ചിട്ട് തമാശ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്, അല്ലാഹുവേ എൻ്റെ മകൾ എഴുന്നേറ്റ് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട എൻ്റെ മകളെ നോക്കുന്നില്ല അല്ലാ. അതുകൊണ്ട് എൻ്റെ മകള് വല്ലപ്പോഴും ഒന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മാ ഉമ്മാന്ന് വിളിച്ചാൽ എനിക്കത് തന്നെ മതി റബ്ബേ. പക്ഷെ ആ പ്രാർത്ഥനയും പടച്ച തമ്പുരാന് സ്വീകരിച്ചില്ല. 9 വയസ്സായപ്പോഴേക്കും എൻ്റെ പൊന്നുമോള് ലോകത്തോട് വിട പറഞ്ഞു പോയി. ആലോചിച്ചു നോക്ക്, അത്രയും വലിയ മാരകമായ രോഗങ്ങളോ ചെറിയ കുഞ്ഞു മക്കളെ പോലും പിടികൂടുകയാണ്. ഈ സമയത്ത് മനസ്സറിഞ്ഞിട്ടോ ആ പ്രഭാത പ്രാർത്ഥനയിലെ 2ാമത്തെ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. അല്ലാഹുവേ, ഈ സദസ്സിൽ ഞങ്ങൾ ദുആ ചെയ്യുകയാണ്, ഞങ്ങളെ മക്കൾക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിലോ നീ നശിപ്പിക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് രോഗം വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ സഹിക്കും, ഞങ്ങൾ ക്ഷമിക്കും. പക്ഷേ ഞങ്ങളെ മക്കൾക്ക് രോഗം വന്നാൽ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല അല്ലാ. സൈലന്റ് കില്ലറായ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളോ ശരീരത്തിൽ വന്നുപെട്ടാൽ 10-15 കൊല്ലം കഴിഞ്ഞാലാ തിരിച്ചറിയുക. അപ്പോഴേക്കും ആളിവിടെ പോകാനായിട്ടുണ്ടാകും. അല്ലാ, ഞങ്ങളെ കൺമുന്നിൽ വെച്ചോ ഞങ്ങളെ മക്കൾക്ക് മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലോ അല്ലാ. പടച്ച റബ്ബേ, ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയുടെ ബർക്കത്ത് കൊണ്ട്, ഏതെങ്കിലും ഒരു സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കൾക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളോ രോഗികളായി കിടക്കുന്നൊരവസ്ഥ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിച്ച് തരല്ല റബ്ബേ. വലിയ വിഷയമാണിത്. കാരണം മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം നമ്മൾ ദുആ ചെയ്തല്ലോ, നമുക്കൊരു ഫാത്തിഹ ഓതി
ഒരു സ്വതക്ക നൽകി ദുആ ചെയ്യാം. സ്വതക്ക എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ലക്ഷ്യം, നമ്മളെ മക്കളെ ആരോഗ്യത്തിന് വേണ്ടി. മക്കളെ ആരോഗ്യത്തിന് വേണ്ടി ഒരു തുക നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന നൽകിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ പറഞ്ഞല്ലോ മാരകമായ രോഗങ്ങളുടെ വിഷയം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു 2 തുക ഞാനിവിടെ പറയാം. ഇന്നലൊക്കെ നിങ്ങൾ വലിയ തുകയൊക്കെ കൊടുത്തവരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ 2 തുകകൾ പറയാം. ഈ 2ൽ ഏതെങ്കിലും ഒരു തുക നിങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. എന്നിട്ട് ആ തുക കൊടുക്കുമ്പോൾ മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്കുക, അള്ളാഹുവേ ഞാൻ ഈ കൊടുക്കുന്നത് ഞാൻ 1000 കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ 500 കൊടുക്കുന്നു. ഈ 2ാലൊരു തുക മനസ്സുകൊണ്ട് നിയ്യത്താക്കുക. എന്നിട്ട് കരുതുക, അല്ലാഹുവേ ഈ കൊടുക്കുന്ന 500 രൂപയുടെ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മദ്രസക്ക് കൊടുക്കുന്ന 1000 രൂപയുടെ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ, എൻ്റെ കുഞ്ഞിന് നീ ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹു എൻ്റെ മക്കളെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ നീ നശിപ്പിക്കണേ അല്ലാ. മനസ്സുകൊണ്ട് എല്ലാവരും ഒന്ന് നിയ്യത്താക്കാം. ഒരു 10 സെക്കൻഡ് സമയം തരാം. എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് കരുതാ. നേർച്ചയാക്കാനൊന്നുമല്ല, മറിച്ച് ഇന്ന് മനസ്സുകൊണ്ട് കരുതാ. ഇന്നല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം കൊടുക്കാം. 1000 രൂപ മദ്രസക്ക്, 500 രൂപ മദ്രസക്ക്. അള്ളാഹുവേ, ലക്ഷ്യം ഒന്ന് മാത്രമാണ്, എൻ്റെ മക്കളുടെ ശരീരത്തിൽ മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ നീ നശിപ്പിക്കണേ അല്ലാ. എൻ്റെ മക്കൾക്ക് 10,000 ചെലവഴിക്കേണ്ടി വരുന്ന രോഗങ്ങൾ നീ തരല്ല അല്ലാ എന്ന നീയത്തിൽ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കുക. എല്ലാവരും മനസ്സറിഞ്ഞത് നീയത്താക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കൊടുക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് സമ്പൽ സമൃദ്ധി നൽകട്ടെ. കമ്മിറ്റിക്കാർ, സംഘാടകർ ഒന്ന് ആണുങ്ങളടുത്തും പെണ്ണുങ്ങളടുത്തെല്ലാം പോവാം. അവർ 1000 കൊടുക്കുന്നവരുണ്ട്, 500 കൊടുക്കുന്നവരുണ്ട്. ഇനി ഞാൻ പിരിവിന് വേണ്ടി പറയൂല, ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കുക. ഇവരെല്ലാവരും കൊടുക്കാൻ തയ്യാറാണ്. കാരണം നമുക്കൊരു മുന്നിൽ വലിയൊരു ലക്ഷ്യമാണ്, നമ്മുടെ മക്കളുടെ ആരോഗ്യമാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കാൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആണുങ്ങളൊക്കെ ആരടുത്തും കൈവക്കാനും ഒന്നും പറയുകയും ചെയ്യൂല. നിങ്ങളെ സംഘാടകർ നിങ്ങളുടെ അരികിലേക്ക് വരും പേനയും കടലാസുമായി. സ്ത്രീകളും തദൈവ സ്ത്രീകളുടെ ഭാഗത്തുള്ള വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണേ, പോകൂലേ? സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ 2-3 ആളുകളെ അയക്കണം. ഒരാൾ മാത്രം പോയാൽ ശരിയാവൂല. പേരെഴുതുക. കൊടുക്കുന്നത് 1000 ആണെങ്കിൽ 1000 എഴുതുക, 500 ആണെങ്കിൽ 500 എഴുതുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. ഇനി 3ാമത്തെ പ്രാർത്ഥനയാണ്, വതവല്ലനാ ഫീമൻ തവല്ലൈത്. ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെന്തൊരു മനോഹരമായ സാരസമ്പൂർണമായ പ്രാർത്ഥനയാണ്. വതവല്ലനാ ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ, കാര്യങ്ങൾ ഏറ്റെടുത്തവരോടൊപ്പം ഞങ്ങളെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ സുബഹിയുടെ കുനൂത്തിൽ അല്ലാഹുവിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമാ, പിന്നെ സന്തോഷമാ, പിന്നെ റാഹത്താ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇതൊരു പൊതുവായിട്ടുള്ള ഏൽപ്പിക്കലാണ്. വതവല്ലനാ ഫീമൻ തവല്ലൈത്. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കലുണ്ടോ? വീട്ടിലേക്ക് കയറുന്ന സമയത്തോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തോ, വാഹനത്തിൽ കയറുന്ന സമയത്തോ, ഇങ്ങനെ ഓരോ നേരങ്ങളിലും സെപ്പറേറ്റ് ആയിട്ട് അല്ലാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കലുണ്ടോ? വീട്ടിലേക്ക് കയറുന്ന സമയം എങ്ങനെയാണ്? മാമിൻ അഹദിൻ യഖ്സുദു ദുഖൂലൽ ബൈത്ത് ഇല്ലാ വയത്തബിഉ ശൈത്വാൻ. ആരെങ്കിലും അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ അവന്റെ പിന്നാലെ പിശാച് പ്രവേശിക്കുമത്രേ. പിശാച് വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ സമാധാന സന്തോഷങ്ങളില്ല. പിന്നെ ആ വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അസ്വാരസ്യങ്ങളാ. പിന്നെ ആ വീട്ടിലെ ദമ്പതികൾ തമ്മിൽ പിണക്കങ്ങളാ. പിന്നെ ആ വീട്ടിലെ മക്കള് മാതാപിതാക്കളെ അനുസരിക്കാത്ത ചുറ്റുപാടാ. എന്നാൽ ആ വീട്ടിലേക്ക് നീ പ്രവേശിക്കുന്ന സമയത്തോ പിശാചിനെ തടഞ്ഞു നിർത്താൻ ഫഖാല ബിസ്മില്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ട് കയറണമെന്നോ. ബിസ്മി ചൊല്ലിയിട്ട് ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറുകയാണെങ്കിലോ യഖൂലു ശൈത്വാൻ,
അവന്റെ പിന്നാലെ വന്ന പിശാചു പറയുമത്രേ, ലാ മദ്ഖല ലീ ഫീ ഹാദൽ ബൈത്ത്, ഈ വീട്ടിൽ എനിക്ക് പ്രവേശനമില്ല. ബിസ്മി ചൊല്ലിയിട്ട് കയറുന്ന വീട്ടിൽ എനിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വന്ന പിശാച് പിന്മാറി പോകുമെന്നോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാ. അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോൾ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കേണ്ടതാ. ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അപ്പോഴും കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കേണ്ടതാണ്. ബിസ്മില്ലാഹി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കൽ എങ്ങനെയാ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഈ സദസ്സിലുള്ള സഹോദര സഹോദരിമാരോട് ചോദിക്കുന്നു. ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നീ ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം ഒന്നും തീരുമാനം പറയാൻ കഴിയില്ല. ഇത് ചൊല്ലിയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ അള്ളാന്റെ സംരക്ഷണം കിട്ടുമെന്നാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാനെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഇറങ്ങണമെന്നാണ്. ഇനിയോ നിന്റെ വാഹനത്തിലേക്ക് കയറുമ്പോയോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഈ ദിക്ർ ചൊല്ലിയിട്ട് വാഹനത്തിൽ കയറണമെന്നാണ്. അതുപോലെ ഏതെങ്കിലും വിഷയങ്ങളിലോ നാളെ ചെയ്യാമെന്ന് പറയുമ്പോ അല്ലെങ്കിൽ നാളെ വരാമെന്ന് പറയുമ്പോ എന്തെങ്കിലും കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുമ്പോ അവിടെയും നീ അള്ളാനെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടതാണ്. അഥവാ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നാളെ വരാമെന്ന് പറഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ പടച്ചവന്റെ സഹായമില്ല. എത്രത്തോളം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ തങ്ങളോട് മക്കാ മുശ്രിക്കീങ്ങളെ വന്ന് വെല്ലുവിളിക്കുകയാ. ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഞാനിതിന് മറുപടി പറഞ്ഞു തരാമെന്നോ, വഹി ഇറങ്ങിയാൽ കിട്ടുമല്ലോ എന്ന അർത്ഥത്തിലാ പറഞ്ഞത്. അങ്ങനെ നബി തങ്ങൾ വഹിയിന് കാത്തു നിൽക്കുന്നു. വഹി ഇറങ്ങിയില്ല. ദിവസം 1 കഴിഞ്ഞു, ദിവസം പലതും കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. മക്കാ മുശ്രിക്കീങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അല്ല മുഹമ്മദ്, നല്ല കാര്യപ്രസക്തമായ 3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോ നിന്റെ ഉത്തരം മുട്ടിപ്പോയോ? നിന്റെ പടച്ചവൻ ഉത്തരം പറയാതെ പോയോ? അന്നേരം നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ്. അങ്ങനെ 2 ആഴ്ചക്ക് ശേഷം അതാ വഹിയിന്റെ വാഹകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഓതി കൊടുക്കുന്നു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. വലാ തഖൂലന്ന ലിശൈഇൻ, നബിയെ ഒരു വിഷയത്തെക്കുറിച്ചും അങ്ങ് പറഞ്ഞു പോകാനും പാടില്ല. ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, തീർച്ചയായും നാളെ ഞാനത് പ്രവർത്തിക്കുമെന്ന് പറയാൻ പാടില്ല. ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, ഏത് കാര്യവും നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ പറയല്ല. കാരണം ഇൻഷാ അല്ലാഹ് എന്ന് പറയലോടെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിനെയാ ഏൽപ്പിക്കുന്നത്. വതവല്ലനാ ഫീമൻ തവല്ലൈത, കാര്യങ്ങൾ ഏറ്റെടുത്തവരോടൊപ്പം ഞങ്ങളെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുക. അവ പൊതുവായിട്ടുള്ളൊരു ഏൽപ്പിക്കലാണ് സുബഹിയുടെ ഖുനൂത്തിൽ. ഇനി 4ാമത്തെ പ്രാർത്ഥന ഏതാണ്? തവല്ലനാ ഫീമൻ തവല്ലൈത,
വബാരിക് ലനാ ഫീമാ അഅ്തൈത. എത്ര സുമോഹന മനോഹര പ്രാർത്ഥനയാണിത്. ഓ എത്ര മധുരതരമായ പ്രാർത്ഥന. വബാരിക് ലനാ, പടച്ചോനെ വാരിക്കോരി താന്നല്ല പറയണത്. പിന്നെയോ ബാരിക് ലനാ ഫീമാ അഅ്തൈത, നീ നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇതൊക്കെ കൊണ്ടാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിയ ഏത് പുത്തൻവാദിയും അറിയാണ്ട് കുനൂത്ത് ഓതിപ്പോവും. വബാരിക് ലനാ ഫീമാ അഅ്തൈത, നീ നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്തൊക്കെ അല്ലാഹു നൽകിയതോ, ഈ ആരോഗ്യം അല്ലാഹു തന്നതാണ്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ വീട് അല്ലാഹു തന്നതാണ്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ ജോലി അല്ലാഹു തന്നതാണ്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ സൗന്ദര്യം അല്ലാഹു തന്നതാണ്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ സംസാരശേഷി അല്ലാഹു തന്നതാണ്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ ബുദ്ധി അല്ലാഹു തന്നതാണ്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. കേൾവി ശക്തി അല്ലാഹു തന്നതാണ്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. അങ്ങനെ അല്ലാഹു നൽകിയതായിട്ട് എന്തൊക്കെയുണ്ടോ അതിൽ മുഴുവനും ബർക്കത്ത് ചെയ്യണേ അല്ലാ. അനുഗ്രഹങ്ങൾ നീങ്ങാതെ നീങ്ങിപ്പോകാതെ ബർക്കത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നതോ. ഇനി ബർക്കത്തിന് വേണ്ടി മറ്റൊരു ദിക്റും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ടോ? മൻ അൻഅമല്ലാഹു അലൈഹി നിഅമതൻ ഫഅറാദ ബഖാഅഹാ ഫൽയുക്സിർ മിൻ ഖൗൽ. മൻ അൻഅമല്ലാഹു അലൈഹി നിഅമതൻ, ആർക്കെങ്കിലും അല്ലാഹു വല്ല അനുഗ്രഹവും ചെയ്തു കൊടുത്താൽ, ആർക്കെങ്കിലും അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകി കഴിഞ്ഞാൽ, ആ അനുഗ്രഹങ്ങള് നീങ്ങിപ്പോകാതെ എന്നെന്നും നിലനിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അവനു വർദ്ധിപ്പിക്കട്ടെ. ഫൽയുക്സിർ മിൻ ഖൗൽ ലാ ഹൗല വലാ ഖുവത. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പതിവായി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ്. നഷ്ടപ്പെടാതെ അനുഗ്രഹങ്ങളെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമെന്നാണ്. ഈ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ സുബഹിയുടെ ഖുനൂത്തിൽ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലാ ഹൗല വലാ എന്ന ദിക്റിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് മുസ്തഫ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റിന്റെ മഹത്വം ധാരാളം റസൂലുള്ളാഹി പഠിപ്പിച്ചു തരുന്നുണ്ട്. കാന ദവാഅൻ മിൻ 99 ദാ. ഈ ലാ ഹൗല വലാ എന്ന ദിക്ർ അത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. 99 രോഗങ്ങൾക്കുള്ള മരുന്ന. 1, 2 അല്ല, 99 രോഗം. ഉമ്മാമാന്റെ നടുവേദനക്കുള്ള മരുന്നാണ്. പെങ്ങളെ നിന്റെ മുട്ടുവേദനക്കുള്ള മരുന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാത്രമല്ല ഇതേ ദിക്റിന്റെ മറ്റൊരു മഹത്വം പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഈ ദിക്ർ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ 70 പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നു. 1, 2 അല്ല, 70 പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമെന്നാണ്. ആ 70 പ്രയാസങ്ങളില് ഏറ്റവും ചെറിയ പ്രയാസം ഏതാണെന്നറിയോ? അത് ദാരിദ്ര്യമാ. അങ്ങനെ 70 പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നു. പെങ്ങളെ മനസ്സുകൊണ്ട് തീരുമാനിക്കോ, 99 രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന, 70 പ്രയാസങ്ങൾ നീങ്ങാൻ കാരണമാകുന്ന, അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ കാരണമാകുന്ന, ബർക്കത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ പതിവായി ചൊല്ലാൻ ഞാൻ തയ്യാറാണെന്ന് തീരുമാനിക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ഒരു 21 വട്ടമെങ്കിലും ചൊല്ലണം. ചൊല്ലാൻ തയ്യാറുണ്ടോ? തയ്യാറുള്ളവർ ഇത് ആവശ്യമാണ്. ദുനിയാവിനും കിട്ടും, ആഖിറത്തിലും കിട്ടും. അങ്ങനത്തെ ഒരു ദിക്റാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആണുങ്ങളും പെണ്ണുങ്ങളും തയ്യാറാണെങ്കിൽ ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയണം. 21 പ്രാവശ്യം ചൊല്ലാൻ തയ്യാറാണോ? തയ്യാറാണോ? അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ വബാരിക് ലനാ ഫീമാ അഅ്തൈത്, നീ
നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇനി അഞ്ചാമത്തെ പ്രഭാത പ്രാർത്ഥന ഏതാണ്? വഖിനാ ശർറ മാ ഖളൈത. അല്ലാഹുവേ നീ വിധിച്ച ശർറുകളിൽ നിന്ന് സംരക്ഷണം തരണേ അല്ലാ. അല്ലാഹു വിധിച്ച അല്ലാഹുവിന്റെ ഖലായിൽ രേഖപ്പെടുത്തിയ ശർറുകള് എപ്പോഴാ രേഖപ്പെടുത്തിയത്? ആർക്കെങ്കിലും പറയാൻ കഴിയോ? എപ്പോഴാ രേഖപ്പെടുത്തിയത് ഖലായിൽ? വഖിനാ ശർറ മാ ഖളൈത. അല്ലാഹു നിന്റെ ഖലായിൽ രേഖപ്പെടുത്തിയ ശർറുകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ. ഈ ശർറ് എപ്പോഴാ ഖലായിൽ രേഖപ്പെടുത്തിയത്? 4-ാം മാസത്തിൽ. അതാണ് വിഷയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. 4-ാം മാസത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ഏതൊക്കെ ശർറുകളാണ്, അപകടങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് നിന്നെ തേടി വരാനുള്ളത് എന്ന്. ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ തരണേ അല്ലാ, കാവല് തരണേ അല്ലാ. ഇത് പൊതുവായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. എന്നാൽ ഓരോ അപകടങ്ങളിൽ നിന്നും പ്രത്യേകമായ കാവല് ചോദിക്കലുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഒരു ദിക്റുണ്ട്. മഴ പെയ്യുമ്പോഴുള്ള ദിക്ർ ആർക്കെങ്കിലും അറിയോ? മഴ പെയ്യുന്നത് കണ്ടാൽ ചൊല്ലാനുള്ളൊരു പ്രാർത്ഥനയുണ്ട്. മഴയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുപോലെ ഇടിനാദങ്ങൾ കേൾക്കുമ്പോഴും മിന്നൽ കാണുമ്പോഴും രക്ഷപ്പെടാൻ ഒരു പ്രാർത്ഥനയുണ്ട്. കോട്ടയം മഴ പെയ്യുമ്പോൾ ഉള്ള പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. അല്ലാഹുമ്മ അല്ലാഹുവേ സ്വയ്യിബൻ നാഫിആ, ഉപകാരമുള്ളതും സമൃദ്ധമായതുമായ മഴ തരണേ അല്ലാ. എന്ന് വെച്ചാൽ ഈ മഴയുടെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സബീത്താണ്. അല്ലാഹുമ്മ സബീത്തെ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. സ്വയ്യിബൻ നാഫിഅ. ഇനി മഴ പെയ്യുമ്പോൾ ചൊല്ലണം. ചൊല്ലൂലേ? മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇനി മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ തിരിയില്ല. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ ഉപകാരമുള്ളതും സമൃദ്ധമായതുമായ മഴ തരണേ അല്ലാ. അതാണ് മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കൈവയ്ക്കുക? ആരുമില്ല. അന്ന് ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഒരു തവണ പ്രാർത്ഥിച്ചാലും മതി, കുഴപ്പമില്ല. ഇനി ഇടിയും മിന്നലും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക. അല്ലാഹുവേ നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊന്നുകളയല്ല അല്ലാ. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക. അല്ലാഹുവേ നിന്റെ അദാബ് മുഖേന ഞങ്ങളെ നീ നശിപ്പിച്ച് കളയല്ല അല്ലാ. വആഫിനാ ഖബ്ല ദാലിക്. ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ പല വിഷയങ്ങളിൽ നിന്നും ആ വിഷയത്തിന്റെ ശർറുകളിൽ നിന്നും അല്ലാഹുവിനോട് സംരക്ഷണം നൽകാൻ, അല്ലാഹുവിനോട് സംരക്ഷണം ചോദിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരുന്നുണ്ടോ? അത് സമയോചിതമായിട്ട് ചൊല്ലാനും നിർവഹിക്കാനും എന്റെ മുത്തുമോമിനീങ്ങളെ നമുക്ക് കഴിയണം. വഖിനാ ശർറ മാ ഖളൈത്. അല്ലാഹുവേ നീ വിധിച്ച ശർറുകളിൽ നിന്ന് സംരക്ഷണം തരണേ അല്ലാ. ഇനി നമുക്ക് ഒരുമിച്ച് ഒരു വട്ടം ചൊല്ലിയിട്ട് വിഷയം അവസാനിപ്പിക്കാം. പ്രഭാത പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത്.
ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. ഇനി എങ്ങോട്ടും മനസ്സറിഞ്ഞിട്ട് ഇത് ദുആ ചെയ്യണേ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണേ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത, അല്ലാഹുവേ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം ഞങ്ങളെയും സന്മാർഗത്തിലേക്ക് ചേർക്കണേ അല്ലാഹ്. വആഫിനാ ഫീമൻ ആഫൈത, ആരോഗ്യം നൽകിയവരോടൊപ്പം ഞങ്ങൾക്കും നീ ആരോഗ്യം തരണേ അല്ലാഹ്. വതവല്ലനാ ഫീമൻ തവല്ലൈത, കാര്യങ്ങൾ ഏറ്റെടുത്തവരോടൊപ്പം ഞങ്ങളെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. വബാരിക് ലനാ ഫീമാ അഅതൈത, നീ നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വഖിനാ ശർറ മാ ഖളൈത, നീ വിധിച്ച എല്ലാ ശർറുകളിൽ നിന്നും സംരക്ഷണം തരണേ അല്ലാഹ്. ഇതാണ് ഇതിന്റെ സാരം. അള്ളാഹു മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ വിഷയം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുക. അതിൽ 1000-500 എഴുതണമെന്ന് പറഞ്ഞു. ഇവിടെ പോയ ആള് എല്ലായിടത്തും കവർ ചെയ്തില്ല, ഇങ്ങനെ പോയിട്ടില്ലല്ല. ഒരു 2-3 അങ്ങ് പോയിട്ട് പോകുന്നതാ കണ്ടത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അവർ വേഗം ഇങ്ങനെ പോയപ്പോൾ ആരും മൈൻഡ് ചെയ്യൂല. ഒന്നും കൂടി ഓരോ വ്യക്തികളടുത്ത് പോയാൽ അവർ തരും. നമ്മുടെ പ്രഭാഷണം ഓൺലൈൻ വഴി എല്ലാ ഇടങ്ങളിലേക്കും ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ അവർക്ക് അല്ലാഹു റഹ്മായി പ്രതിഫലം നൽകട്ടെ. ഒരുപാട് പ്രവാസികളായ ആളുകൾ ഈ പ്രഭാഷണം ഈ സമയത്ത് തന്നെ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം അവസാനിപ്പിച്ച ഈ സമയത്ത് ഒരു ലിസ്റ്റ് വായിക്കാൻ, അഥവാ ഈ ഓൺലൈൻ വഴി കേട്ട ഒരുപാട് ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് സഹോദരന്മാർ ഫോൺ വിളിച്ച് കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വക ഇത്ര, എൻ്റെ വക ഇത്ര എന്ന്. അള്ളാഹുവേ അവർക്കൊക്കെ നീ അർഹമായി പ്രതിഫലം നൽകണേ അല്ലാ. ഇതൊക്കെ നമുക്ക് വായിച്ച് ദുആ ചെയ്തിട്ട് പിരിയാം. ജോലിയിൽ ബർക്കത്ത് കിട്ടാൻ, കുടുംബത്തിൽ ഐശ്വര്യം ലഭിക്കാനും ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ 2000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ ജീവിതം സുഖകരമാക്കാനും മുറാദുകൾ ഹാസിലാവാനും വേണ്ടി പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി 5000 രൂപ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ 5000 രൂപ സംഭാവന ചെയ്തത് മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് നീയത്താക്കിയിട്ടാണ്. അല്ലാഹുവേ മാതാപിതാക്കളെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഖബറിലെ അദാബിനെ നീ തട്ടിമാറ്റണേ അല്ലാഹ്. മാത്രമല്ല നമ്മുടെ ഈ പള്ളിയുടെ മുറ്റത്ത് ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി കമ്മിറ്റിക്ക് ഒരു പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് ഇതിന്റെ പിരിവൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ 1000-500 കൊടുക്കാൻ ബാക്കിയുള്ളവർ, ഞാൻ ആ ചെറിയ തുക പറഞ്ഞത്, ഇന്നലൊക്കെ വലിയ തുക നിങ്ങൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ പേനയും കടലാസില്ല, ഒന്ന് നടക്കുക, ഒന്ന് എണീച്ച് നിന്ന് നടന്നാൽ അവർ തരും. കാരണം നേരത്തെ വന്നാൾ വേഗം പോയതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ഒന്ന് ഓരോരുത്തരടുത്ത് പോയാൽ 500 തരുന്നവർ 500 തരും, 1000 തരുന്നവർ 1000 തരും. സഹോദരിമാരടുത്ത് പോകുന്നവർ അങ്ങനെ പോവാം. ആരും ഒന്നും മുഷിയരുത്. ഇതൊക്കെ നമ്മുടെ മദ്രസയുടെയും പള്ളിയുടെയും ആവശ്യത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ മൈഗ്രെയിൻ തലവേദന സുഖപ്പെടാൻ ഒരു സഹോദരൻ 1000 രൂപ. അല്ലാഹുവേ ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ആ തലവേദനക്ക് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലും 1000-500 കൊടുക്കുന്നവരുണ്ട് റബ്ബേ. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾക്കും നീ ശിഫ തരണേ അല്ലാ. മകന്റെ അസുഖം മാറുവാനും മരിച്ചുപോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ആ സ്വതക്കയുടെ പ്രതിഫലം മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. അവരുടെ മകന്റെ അസുഖത്തിന് നീ ശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്കും നീ ആരോഗ്യം തരണേ അല്ലാ. അതുപോലെ ദുആ ഈ ഇന്നത്തെ പരിപാടിയിൽ കാപ്പി സ്പോൺസർ ചെയ്തത് ഒരു കൂട്ടം സഹോദരന്മാരാണ്. ബിസ്ക്കറ്റ് സ്പോൺസർ ചെയ്തത് ജാംഗോസ് എന്ന ടീമാണ്. ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ. ജാംഗോസ് ആണോ ബാക്കിലിരിക്കുന്നത്? അല്ലല്ലേ? അപ്പോൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നല്ലൊരു കാര്യത്തിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങിയല്ലോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അല്ലാഹു നമ്മുടെ ഹിദായത്തിൽ സന്മാർഗത്തിൽ അല്ലാഹു ഉറപ്പിച്ച് നിർത്തട്ടെ. അതുപോലെ ദുആ ചെയ്യാൻ കോങ്ങാട്ടിൽ മുഹമ്മദ് 2000 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കട്ടെ. ദുആ ചെയ്യാൻ
ഷാദുലി 2000 രൂപ. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. മക്കളുടെ അസുഖം മാറാൻ ഒരു സഹോദരൻ 500 രൂപ. അള്ളാഹുവെ മക്കളുടെ അസുഖത്തിന് നീ ശമനം നൽകണേ അല്ലാ. അതുപോലെ ജോലിയിൽ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യാൻ ഇവിട്ടി യൂസുഫ് സംഭാവന 5000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ 5000 രൂപ സംഭാവന നൽകിയത് നിന്റെ മദ്രസക്ക് വേണ്ടിയാണ്, നിന്റെ ഈ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയാ. നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അതുപോലെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാവാൻ വേണ്ടി, പ്രത്യേകിച്ച് മക്കൾക്ക് നാഫിയായ ഇൽമ ലഭിക്കാൻ വേണ്ടി ഒരു സഹോദരി 1000 രൂപ. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ. ആ സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാ. സ്വാലിഹായ സന്താനത്തെ ലഭിക്കാൻ വേണ്ടി ഒരു സഹോദരൻ 2000 രൂപ. അള്ളാഹുവെ ആ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ സന്താനത്തിന് നീ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് വിശാലമായി നമുക്ക് ശേഷം ഫാത്തിഹയൊക്കെ ഓതി ദുആ ചെയ്യാം. മരിച്ചുപോയ വല്ലുമ്മാന്റെയും വല്ലുപ്പാന്റെയും ഖബർ വിശാലമാവാൻ ഒരു സഹോദരൻ 500 രൂപ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ തന്നെ ഭർത്താവിന്റെ കാലിന്റെ അസുഖം മാറാനും മരിച്ചുപോയ മാതാപിതാക്കളുടെയും പേരിൽ ദുആ ചെയ്യാനും ഒരു സ്ത്രീ 500 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ ഗൾഫിൽ ഭർത്താവിൻ്റെ ജോലിയിൽ ഒരു ആപത്തും ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനും മക്കൾക്കും ഞങ്ങൾക്കും മാതാപിതാക്കൾക്കും ആയുസ്സും ആരോഗ്യത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി 2500 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ആ നൽകിയവരുടെ ഹലാലായ മുറാദുകൾ നീ ഹസുലാക്കി കൊടുക്കണേ അല്ലാ. ഒരു പ്രവാസിയാണ്. ആ പ്രവാസിയുടെയും ഭാര്യയുടെയും മനസ്സിലുള്ള മുറാദുകൾ സാധിക്കാനും മകൾ ഗർഭിണിയാണ്. അവർക്ക് സ്വാലിഹായ സന്താനത്തെ കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ 5000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അവരുടെ സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ആ മകൾക്ക് നീ സുഖപ്രസവം പ്രദാനം ചെയ്യണേ അല്ലാ. ഒരു സഹോദരി ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഹൈറായി നടക്കുവാനും രോഗങ്ങൾ മാറാനും 1500 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. മറ്റൊരു സഹോദരി വീട് പണി പൂർത്തിയാകാനും ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തിനും വേണ്ടി 1000 രൂപ. അല്ലാഹുവേ ഉദ്ദേശകാര്യങ്ങൾ നീ സ്വീകരിച്ചു കൊടുക്കണേ അല്ലാ.